അവര് ആ വാദമൊന്നും അവർ ഇല്ല. അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവരിപ്പോൾ ഉന്നയിക്കുന്നില്ല. അവർ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ സമീപനത്തിൽ വരുത്തിയിട്ടുണ്ട്. പൊളിറ്റിക്കലായിട്ടാണ് പിന്തുണ കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസിനാണ്, UDF-നാണ് അവർ പിന്തുണ കൊടുത്തിരിക്കുന്നത്. കേരളത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് അവർ പിന്തുണ നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചിട്ടുണ്ട്. എന്താ തെറ്റ്? തെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ കക്ഷികൾ പലരുടെയും പിന്തുണ തേടാറുണ്ട്, സ്വീകരിക്കാറുണ്ട്. പക്ഷേ നിലമ്പൂരിൽ UDF ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചത് അതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ കക്ഷിയായ വെൽഫെയർ പാർട്ടി UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു കഴിഞ്ഞു എന്നാണ്. അത്യസാധാരണമായ ഈ രാഷ്ട്രീയ പ്രസ്താവനയുടെ പിന്നാലെ എത്തുന്നത് UDF ജമാഅത്തെ ഇസ്ലാമിയുമായി രാഷ്ട്രീയ സഖ്യത്തിലേക്ക് പോകുന്നു എന്ന വാർത്തയാണ്. വെൽഫെയർ പാർട്ടിക്ക് UDF-ൽ അസോസിയേറ്റ് അംഗത്വം നൽകും. വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിക്ക് മലബാറിൽ UDF സീറ്റുകൾ നൽകും. നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ സീറ്റ് കൊടുക്കും. കോൺഗ്രസിൻ്റെ സീറ്റുകളിൽ വെൽഫെയർ പാർട്ടി നിർത്തുന്ന പൊതുസമ്മത സ്ഥാനാർത്ഥികളിലൂടെ ഈ സഖ്യം സാക്ഷാത്കരിക്കും. ഇതിനോട് എതിർപ്പ് ഉയർന്നു കഴിഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ വിഭാഗമായ വെൽഫെയർ പാർട്ടിയെ കൂടെ കൂട്ടി കോൺഗ്രസിനും മുസ്ലിം ലീഗിനും എങ്ങനെയാണ് സംഘപരിവാർ രാഷ്ട്രീയത്തെ ഫലപ്രദമായി ചെറുക്കാൻ സാധിക്കുക എന്ന് ചോദിക്കുന്ന മുഖപ്രസംഗവുമായി മുന്നോട്ട് വന്നത് റിസാല വാരികയാണ്. സമസ്ത കാന്തപുരം വിഭാഗത്തിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ മുഖപത്രം. ജമാഅത്തെ ഇസ്ലാമിയുമായി രാഷ്ട്രീയ സഖ്യത്തിലേക്ക് പോകുമ്പോൾ കോൺഗ്രസും മുസ്ലിം ലീഗും വലിയ ഒരു നയവ്യതിയാനത്തിനാണ് വിധേയരാകുന്നത്. ഈ വിഷയത്തിലുള്ള ചർച്ചയിൽ പങ്കെടുക്കുന്ന അതിഥികൾ CPIM-ന്റെ V വസീഫ്, കോൺഗ്രസിൻ്റെ അഡ്വക്കേറ്റ് AM രോഹിത്, മാധ്യമപ്രവർത്തകൻ A സജീവൻ എന്നിവരാണ്. ഞാൻ കോൺഗ്രസിൻ്റെ രോഹിതിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ്. രോഹിത്, വെൽഫെയർ പാർട്ടി UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു നിലമ്പൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക്. വെൽഫെയർ പാർട്ടി ചെയ്തിരിക്കുന്നത് ഒരു പിന്തുണ പ്രഖ്യാപിക്കൽ മാത്രമാണോ? വസീഫ്. രോഹിത് ഞാൻ കേട്ടില്ല, ഒന്നുകൂടി ആവർത്തിക്കോ ചോദ്യം. ഞാൻ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കോ? രോഹിതെ, നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥിക്ക്, കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വെൽഫെയർ പാർട്ടി പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. രാഷ്ട്രീയ കക്ഷികൾക്ക് പല വ്യക്തികളും സംഘടനകളും ഒക്കെ പിന്തുണ പ്രഖ്യാപിക്കാറുണ്ട്. അങ്ങനെ ഒരു പിന്തുണ പ്രഖ്യാപിക്കൽ മാത്രമാണോ അവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു വിശദീകരണം. അല്ല, ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി മാത്രമല്ല, കേരളത്തിലെ 3.25 കോടിയിൽ പരം വരുന്ന ജനങ്ങളുടെ മനസ്സും ഹൃദയമൊക്കെ UDF-ന് അനുകൂലമായിട്ട് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഈ നിയോജക മണ്ഡലത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ, സംഘടനകൾ, അത് വെൽഫെയർ പാർട്ടി ഉൾപ്പെടുന്ന ആളുകളാണ്. അവരെല്ലാവരും ഈ തെരഞ്ഞെടുപ്പിനകത്ത് കഴിഞ്ഞ 9 വർഷക്കാലമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെതിരെ ഒരു മറുപടി കൊടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് UDF ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുകയാണ്. അവിടെ വെൽഫെയർ പാർട്ടി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടാകും. പക്ഷെ അതിലൊരു രാഷ്ട്രീയ ബാന്ധവമാണ്. നാളെ ഐക്യജനാധിപത്യ മുന്നണിയും വെൽഫെയർ പാർട്ടിയും ഒരുമിച്ച് നിൽക്കാൻ പോകുന്നു എന്ന് പറയുന്ന തരത്തിലേക്കുള്ള വ്യാഖ്യാനങ്ങളൊന്നും വേണ്ട. വെൽഫെയർ പാർട്ടിക്ക് തോന്നിയത് അവർ ഈ 9 വർഷക്കാലം ഒരു ഗവൺമെൻറ്റിനെ വിലയിരുത്തി ആ ഗവൺമെൻറ് ജനവിരുദ്ധ സമീപനങ്ങളാണ് അടിച്ചേൽപ്പിക്കുന്നത്. പോലീസിൽ ഉൾപ്പെടെ ഗവൺമെൻറ്റിൽ ഉൾപ്പെടെ വലിയ തരത്തിലുള്ള RSS വൽക്കരണം നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ ഒരു മറുപടി കൊടുക്കണം. അതിന് കൊടുക്കാൻ സാധിക്കുന്ന ഒരു ശക്തി എന്ന് പറയുന്നത് UDF ആണ്. അപ്പോൾ അവർ UDF-ന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുന്നു. അല്ല, മറ്റു കാര്യങ്ങളിലേക്ക് പോകാം. പക്ഷേ ഇങ്ങനെ ഒരു പിന്തുണ വരുമ്പോൾ
എന്തുകൊണ്ട് ഇവർ പിന്തുണ തരുന്നു എന്നൊക്കെയുള്ള തരത്തിൽ ചോദ്യങ്ങൾ രാഷ്ട്രീയ നേതാക്കളോട് ഉയരും. മാധ്യമപ്രവർത്തകരിൽ നിന്നാണ് അത് പലപ്പോഴും ഉയരുക. അങ്ങനെ വന്നപ്പോൾ പ്രതിപക്ഷ നേതാവ് സതീശൻ ചെയ്തത് വെൽഫെയർ പാർട്ടി അതിൻ്റെ പ്രഭവ കേന്ദ്രമായ, അതിൻ്റെ ആവേശ കേന്ദ്രമായ ജമാഅത്തെ ഇസ്ലാമി അവർ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു കഴിഞ്ഞു എന്നൊരു പ്രസ്താവനയാണ് നടത്തിയത്. ഞങ്ങൾക്കൊരു കൂട്ടർ പിന്തുണ നൽകുന്നു, അതിൻ്റെ സാഹചര്യം ഇതാണ് എന്നിപ്പോൾ താങ്കൾ വിശദീകരിച്ചതുപോലെ വിശദീകരിക്കാതെ അതോടൊപ്പം കൂട്ടിച്ചേർത്ത് അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന ഇവർ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു കഴിഞ്ഞു എന്നാണ്. അസ്ഥാനത്തല്ലേ അമിതമായൊരു താല്പര്യത്തോടു കൂടി, അമിതമായൊരു ആവേശത്തോടു കൂടി പിന്തുണച്ചവരെ പ്രകീർത്തിക്കുന്നൊരു സമീപനം അല്ലേ ഉണ്ടായത്? ആ പ്രസ്താവന താങ്കളും ഏറ്റെടുക്കുന്നുണ്ടോ? മതരാഷ്ട്രീയവാദം വെൽഫെയർ പാർട്ടിയും അല്ലെങ്കിൽ ഒപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയും ഉപേക്ഷിച്ച് കഴിഞ്ഞു എന്നൊരു നിലപാട് താങ്കൾക്കുണ്ടോ, കോൺഗ്രസിനുണ്ടോ, UDF-നുണ്ടോ? അല്ല, അത്തരം വിഷയങ്ങളൊക്കെ വലിയ ആഴത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ വെൽഫെയർ പാർട്ടി അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഈ ചോദിക്കുന്ന ഇത്തരം ഒരു ചോദ്യം ചോദിക്കാൻ ധാർമ്മികപരമായിട്ട് LDF-ന് അവകാശമുണ്ടോ? ഈ വെൽഫെയർ പാർട്ടിയുമായിട്ട് LDF-ന്റെ ചോദ്യങ്ങൾക്ക് താങ്കൾ മറുപടി പറയണ്ട, സമൂഹത്തിൽ ഉയരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാം. അല്ല ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ വേണമെങ്കിൽ ഇന്നലെ നടന്ന ചർച്ചയുടെ ഒരു വീഡിയോ ഞാൻ വേണമെങ്കിൽ ഇവിടെ പങ്കുവയ്ക്കാം. 2015 മുതൽ ഈ വെൽഫെയർ പാർട്ടി KA ഷഫീഖ് എന്ന് പറയുന്ന അന്ന് ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്ത വെൽഫെയർ പാർട്ടിയുടെ നേതാവ് ഇടതുപക്ഷത്തെ ഏതൊക്കെ നേതാക്കന്മാരുമായി എവിടെയൊക്കെ വെച്ച് ചർച്ച നടത്തിയെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. അപ്പൊ അന്നൊന്നും നിങ്ങൾക്ക് ഈ വാദം ഇല്ല, ഇടതുപക്ഷത്തിന് ഈ വാദം ഇല്ല. അപ്പൊ അന്ന് വെൽഫെയർ പാർട്ടി താങ്കളുടെ നിലപാട് അതിൽ ഒരു കാര്യം തന്നെയാണ് രോഹിത്. വെൽഫെയർ പാർട്ടിയുമായിട്ട് ആരൊക്കെ സഹകരിച്ചു എന്നല്ല ഇവിടെ ഉയരുന്ന ചോദ്യം. കേൾക്കൂ. എൻ്റെ ചോദ്യം ഇതാണ്, വെൽഫെയർ പാർട്ടിയുമായിട്ട് ആരൊക്കെ എവിടെയൊക്കെ സഹകരിച്ചു എന്നുള്ളതല്ല. വെൽഫെയർ പാർട്ടിയെയും ജമാഅത്തെ ഇസ്ലാമിയെയും മതരാഷ്ട്ര നിലപാടിൽ നിന്ന് വിമുക്തമാക്കിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്താവന കേരളത്തിൽ ഇതിനു മുമ്പ് ഉയർന്നിട്ടില്ല. അഭൂതപൂർവമായ ആ പ്രസ്താവന ഉയർന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ നാവിൽ നിന്നാണ്. ആ പ്രസ്താവനയിൽ താങ്കൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ? കോൺഗ്രസ് അതിനോടൊപ്പം ഉണ്ടോ? UDF-ന്റെ നിലപാട് തന്നെയാണോ അത് എന്നതായിരുന്നു ചോദ്യം. മറ്റെന്തെങ്കിലും പറയാനുള്ളത് അത് താങ്കൾക്ക് കൂട്ടിച്ചേർക്കാം. ഇതിനുത്തരം പറഞ്ഞുകൊണ്ട് രോഹിതന് അക്കാര്യത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നിങ്ങൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് അതിന് ഞാൻ ആൻസർ പറയാന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. ഓക്കെ, ക്ലിയർ. അപ്പൊ ഞാൻ അടുത്ത ഗസ്റ്റിലേക്ക് പോകുന്നു. താങ്കൾ അക്കാര്യത്തിൽ പറയുന്നില്ല. സജീവൻ, ഇന്ന് സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒപ്പം തന്നെ ഇന്ന് KC വേണുഗോപാലിനോട് തൃശ്ശൂർ വെച്ച് മാധ്യമപ്രവർത്തകന്മാർ ഈ ചോദ്യം ചോദിച്ചു. മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് വെൽഫെയർ പാർട്ടിയുടെ ആ പിന്തുണയെക്കുറിച്ച് ഇപ്പോൾ എന്തെങ്കിലും പറയാൻ ഞാനില്ല എന്നാണ് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ പരമോന്നത നേതാവ് KC വേണുഗോപാൽ പറഞ്ഞത്. ഒരല്പം കൂടി സന്ദർഭം ആവശ്യപ്പെടുന്നതിൻ്റെ അപ്പുറത്തേക്ക് കടന്നുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദത്തിൽ നിന്ന് പിൻവാങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, എത്രയോ നാളായി എന്ന് പറയുന്നു. മറ്റൊരു നേതാവ്, സമാന നിലയിൽ അഭിപ്രായം പറയേണ്ട മറ്റൊരു നേതാവ് അതിലൊരു അഭിപ്രായവും പറയുന്നില്ല എന്ന് പറയുന്നു. ഇത് ഒരു സംഘടന പിന്തുണ കൊടുത്തത്, ഒരു മുന്നണി സ്വീകരിച്ചതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്നില്ലേ? ഇതൊരു രാഷ്ട്രീയ നിലപാടിൻ്റെ പ്രഖ്യാപനവും അതിൻ്റെ മുമ്പിലുള്ളൊരു മൗനവുമായിട്ടല്ലേ കാണുന്നത്? സജീവൻ എന്തു തോന്നുന്നു? മാധ്യമപ്രവർത്തകനായിരുന്നല്ലോ ദീർഘകാലം. വളരെ കൃത്യമായിട്ട് ഇതിൽ പറയാവുന്ന ഒരു കാര്യം, നമ്മൾ ഇപ്പൊ വേണമെങ്കിൽ കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-ന് പറയാം, വെൽഫെയർ പാർട്ടി ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു, അത് അവരുടെ പിന്തുണയാണ്, ഞങ്ങൾ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല, ഞങ്ങളെ പല ആളുകൾക്കും പിന്തുണയ്ക്കാവുന്നതാണ്, ഇവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങളെ പിന്തുണയ്ക്കുന്നതിന് അത് ഓരോരുത്തർക്കും തീരുമാനിക്കാവുന്നതാണ് പറയുന്നത്. അതിന് പകരമായിട്ട് ഇവിടെ സതീശൻ പറഞ്ഞൊരു കാര്യം, അതാണ് ഇപ്പോഴത്തെ പ്രസക്തമായ കാര്യം. ജമാഅത്തെ ഇസ്ലാമി അവരുടെ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പൊ മതരാഷ്ട്രവാദം അവർ ഉപേക്ഷിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ സ്വാഭാവികമായിട്ടും സയ്യിദ് അബ്ദുൽ അലാം മൗദൂദിയുടെ
നിലപാടുകൾ എന്താണ്, അതിനവർ തള്ളി പറഞ്ഞോ ഇല്ലയോ എന്നുള്ളതാണ്. മൗദൂദി ഈ 1941 ജമാഅത്തെ ഇസ്ലാമി രൂപീകരിക്കുന്നത് തന്നെ അതിന്റെ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത്, അടിത്തറ എന്ന് പറയുന്നത് മതരാഷ്ട്രം തന്നെയാണ്. മതത്തെയും രാഷ്ട്രീയത്തെയും സാമൂഹിക ഘടനയും ഒരേപോലെ, ഇത് മൂന്നും പരസ്പര ബന്ധിതമാണ് എന്നാണ് മൗദൂദി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞുള്ള മൗദൂദി അതിനനുസരിച്ച്, കാരണം ഇസ്ലാമിക ശരീഅത്തിനനുസരിച്ച് മാത്രമാണ് ഭരണം നടക്കേണ്ടത്, അതിനനുസരിച്ചാണ് മതവിശ്വാസികൾ പ്രവർത്തിക്കേണ്ടത്, അതിനനുസരിച്ചുള്ള സാമൂഹിക പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെടേണ്ടത് എന്ന് കൃത്യമായി പറഞ്ഞ് അങ്ങനെ രൂപീകരിച്ചാണ് ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമി പല രാജ്യങ്ങളിൽ പല തരത്തിൽ, ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ്, ജമാഅത്തെ ഇസ്ലാമി ഓരോ രാജ്യത്തിന്റെ പേരുമായി കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ എല്ലാറ്റിന്റെയും അടിസ്ഥാന തത്വം മതരാഷ്ട്രം തന്നെയാണ്. മതരാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം മതവും രാഷ്ട്രീയവും തമ്മിൽ വേർപെടുത്താൻ പറ്റില്ല എന്ന അടിസ്ഥാന തത്വത്തിൽ വിശ്വസിക്കുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമികൾ. അപ്പൊ സ്വാഭാവികമായിട്ടും അതിൽ നിന്നൊരു മാറ്റം ഉണ്ടായി എന്ന് വി.ഡി. സതീശൻ പറയുമ്പോൾ അങ്ങനെ പ്രഖ്യാപനം സ്വാഭാവികമായിട്ടും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാർ പറയണം. അത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ജമാഅത്തെ ഇസ്ലാമി അല്ലാതായിട്ട് മാറും. ജമാഅത്തെ ഇസ്ലാമി മൗദൂദി രൂപീകരിച്ച പ്രസ്ഥാനമാണ്. മൗദൂദി രൂപീകരിച്ച പ്രസ്ഥാനം മൗദൂദിയുടെ നിലപാടുകൾക്ക് വ്യത്യസ്തമായിട്ട് പോകുമ്പോൾ അത് ജമാഅത്തെ ഇസ്ലാമി അല്ലാതായിട്ട് മാറും. അപ്പൊ അതിവിടെ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞല്ലോ, അത് അടിസ്ഥാനപരമായിട്ട് വളരെ ആഴത്തിൽ അന്വേഷിക്കേണ്ട കാര്യമാണ്. അത് ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഘടനയെ പറയാൻ പറ്റുമോ? അവരുടെ ജമാഅത്തെ ഇസ്ലാമിക്കാർ പോലും പറയില്ല അവരുടെ നിലപാട് മാറി എന്നുള്ള കാര്യം. സജീവം വരാം. അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട ക്ലിയർ. ഞാൻ വരാം സജീവൻ, ആ കാര്യം ഒന്ന് ക്ലിയർ ആക്കിയിട്ട് നമുക്ക് പോകാം. വസീഫ്, ഇങ്ങനെ ഒരു അസാധാരണമായ രാഷ്ട്രീയ പ്രസ്താവന സതീശൻ നടത്തി. അതിന് പിന്നാലെ വന്നിരിക്കുന്ന വാർത്ത, ഞങ്ങളൊക്കെ ഇന്ന് കൊടുത്തിരിക്കുന്നത് വന്ന വാർത്ത, ഒന്ന് UDF ഇവരുമായിട്ട്, വെൽഫെയർ പാർട്ടിയുമായിട്ട് ഒരു രാഷ്ട്രീയ സഖ്യത്തിലേക്ക് തന്നെ പോവുകയാണ്. അവരെ അസോസിയേറ്റ് അംഗത്വം അവർക്ക് UDFൽ കൊടുക്കാൻ പോകുന്നു. അവരെ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സഖ്യകക്ഷിയായി പരിഗണിച്ച് അവർക്ക് മലബാറിൽ സീറ്റുകൾ കൊടുക്കാൻ പോകുന്നു. ഒപ്പം തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും അവർക്ക് സീറ്റുകൾ നൽകും. എത്ര എന്നുള്ള മറ്റ് വിശദാംശങ്ങൾ പിന്നീട് തീരുമാനിക്കും. ആ സീറ്റ് കോൺഗ്രസിൻ്റേതായിരിക്കും. കോൺഗ്രസ് വിട്ടുകൊടുക്കുന്ന ആ സീറ്റിൽ പൊതുസമ്മത സ്ഥാനാർത്ഥിയെ വെൽഫെയർ പാർട്ടി നിൽക്കും. അപ്പോൾ പൂർണ്ണമായി പ്രഖ്യാപിതമായൊരു സഖ്യം പോലെ അല്ല ഇപ്പോൾ വാർത്തകളിൽ വന്നിരിക്കുന്നത്. ഇത് ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ താങ്കൾ എങ്ങനെ കാണുന്നു? പിന്തുണ പലരിൽ നിന്നും സ്വീകരിക്കും. ആ പിന്തുണ തന്നത് സംഘടനകൾ വിശദീകരിക്കാറുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ട് ഇങ്ങനെ ഒരു കുറ്റവിമുക്തി, ഇങ്ങനെ ഒരു പരിവേഷം ആ സംഘടനയ്ക്ക് ചാർത്തി കൊടുക്കുന്നു. പിന്നാലെ ഈ വാർത്ത വരുന്നു. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. പ്രതികരണം വസീഫ്. ഇവിടെ ഇപ്പോൾ നടക്കുന്നൊരു ചർച്ച സത്യത്തിൽ വലിയ പ്രയാസമുണ്ടാക്കുന്ന ഒരു ചർച്ചയാണ്. അത് ഈ നിലമ്പൂരിൻ്റെ പശ്ചാത്തലത്തിൽ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രം വന്ന ഒരു ചർച്ചയല്ല. ഈ വി.ഡി. സതീശൻ അതുപോലെ തന്നെ മുസ്ലിം ലീഗിലെ ചില നേതൃത്വം, നേതൃത്വത്തിൽപ്പെട്ട ചിലർ, UDFലെ ചില നേതാക്കൾ എല്ലാവരും ഉണ്ട് എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ 2 ടേമിലുള്ള ഇടത് ഭരണം, അതായത് 10 വർഷമാകാൻ പോകുന്ന ഇടതുപക്ഷ ഭരണം വലിയ അസ്വസ്ഥതയാണ് ഉണ്ടാക്കുന്നത്. ഇവർ ആരാണെന്ന് വെച്ചാൽ ഇവർ വലിയ കച്ചവടക്കാരാണ്, ഇവർ വലിയ ബിസിനസ് താല്പര്യമുള്ളവരാ, രാഷ്ട്രീയ താല്പര്യമുള്ളവരാ, ഇവർ അധികാരക്കൊതിയുള്ളവരാ. അവരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിലെ ചില നേതൃത്വത്തെയും ചില UDFലെ നേതൃത്വവും ഒക്കെ, അതിൽ പ്രത്യേകിച്ച് വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ളവർക്ക് അധികാരമില്ലാതെ ഇനി ഒരു അടി മുന്നോട്ട് പോകാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും അധികാരത്തിലേക്ക് എത്തണം, അതിനാരെ കൂട്ടിയാലും തെറ്റില്ല എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ കെ.സി. വേണുഗോപാലിനോട് ചോദിച്ച സമയത്ത് കെ.സി. വേണുഗോപാൽ പറഞ്ഞതെന്താ? ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല എന്നുള്ളതാണ്. അതെ, ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു ക്ലീൻ ചിറ്റ് കൊടുക്കുകയാണ് വി.ഡി. സതീശൻ. ക്ലീൻ ചിറ്റ് കൊടുക്കുകയാണ്. ക്ലീൻ ചിറ്റ് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ മറ്റു മതസംഘടനകളുണ്ട്, അത് സമസ്തയുണ്ട്,
കാന്തപുരം വിഭാഗം സുന്നി ഉണ്ട്. അവരൊക്കെയാണല്ലോ ഇവിടുത്തെ പ്രധാനപ്പെട്ട മുസ്ലിം വിഭാഗത്തിൻ്റെ ഒരു നേതൃത്വമായി നിൽക്കുന്നവർ. ഭൂരിഭാഗം മുസ്ലിം മതവിശ്വാസികളും വിശ്വസിക്കുകയും പിൻപറ്റുകയും ഒക്കെ ചെയ്യുന്നത് ഇവരെയെല്ലാമാണ്. അവരൊക്കെ എത്ര കൃത്യമായിട്ടാണ് നിലപാട് പറയുന്നത്. SYSൻ്റെ ഒക്കെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കേട്ടില്ലേ? അവർ ചോദിക്കുന്നു, ഈ ജമായത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദത്തിൽ നിന്നുള്ള പിന്നോട്ട് പോക്ക് ഞങ്ങളാരും അറിഞ്ഞില്ല, എന്നാൽ സതീശൻ അറിഞ്ഞു. എന്താ ഇവർ തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട്? ഇവർ അടച്ചിട്ട മുറിയിലോ അല്ലാതെയോ ഒക്കെ ചർച്ച ചെയ്തോട്ടെ, അതിനൊന്നും നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല, അവർ ചർച്ച ചെയ്യട്ടെ. പക്ഷേ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണ്, ജമായത്തെ ഇസ്ലാമിയെ പോലെയുള്ള ഒരു സംഘടന തീവ്രവാദ നിലപാടെടുക്കുന്നു എന്ന് മാസങ്ങൾക്ക് മുൻപ് വരെ ഈ നിലമ്പൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ഉൾപ്പെടെ പറഞ്ഞ ഈ ജമായത്തെ ഇസ്ലാമി, KM ഷാജി ഉൾപ്പെടെ ISISനോട് ഉപമിച്ച ജമായത്തെ ഇസ്ലാമി, ആ ജമായത്തെ ഇസ്ലാമിക്ക് VD സതീശൻ താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ക്ലീൻ ചിറ്റ് കൊടുക്കുന്നു. കഴിഞ്ഞ മാസമാണ് സോളിഡാരിറ്റി എന്ന് പറയുന്ന ഒരു സംഘടന ജമായത്തെ ഇസ്ലാമിയുടെ യുവജന വിഭാഗവും ജമായത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകരും എല്ലാം ചേർന്ന് കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് ഒരു മാർച്ച് നടത്തിയത്. അതിൽ സയ്യിദ് കുത്തുബ്, അതുപോലെ തന്നെ ഹസനുൽ ബന്ന ഉൾപ്പെടെയുള്ളവരുടെ ചിത്രം ഉപയോഗിക്കുന്നു. അത് നമ്മൾ കണ്ടു, വ്യാപകമായി നമ്മൾ ചർച്ച ചെയ്തതാ. ഈ സയ്യിദ് കുത്തുബും ഹസനുൽ ബന്നയും ഒക്കെ ആരാ? ലോക തീവ്രവാദത്തിന് ദൈക്ഷണികമായി ആശയപരമായി പിന്തുണ കൊടുക്കുന്ന ആളുകളാണ്. ഈ ലോക തീവ്രവാദികൾ അവരുടെയെല്ലാം നേതൃത്വമായി, അവരുടെയെല്ലാം വലിയ നേതാക്കന്മാരായി കാണുന്നവരാണ് ഇവർ. ഇവരിൽ നിന്നെല്ലാം പലതും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ രാജ്യത്ത് വലിയ അപകടകരമായ രാഷ്ട്രീയം രാജ്യത്തിന് പുറത്തുമൊക്കെ ഇവർ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ പഹൽഗാമിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മളൊക്കെ പറയുന്നുണ്ടല്ലോ, അവിടെയും ഈ അക്രമത്തിലൊക്കെ നേതൃത്വം കൊടുത്ത തീവ്രവാദികളുടെയൊക്കെ ഒരു ഗോഡ് ഫാദേഴ്സ് അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു ഊർജം എന്ന് പറയുന്നത് ഈ സയ്യിദ് കുത്തുബും ഈ ഹസനുൽ ബന്നയും ഉൾപ്പെടെയുള്ളവരുടെ ഒരു രാഷ്ട്രീയമാണ്, അവരുടെ നിലപാടുകളാണ്. ബ്രദർഹുഡ് നേതാക്കൾ ആ ഹസനുൽ ബന്നയും സയ്യിദ് കുത്തുബിനെയും ഒക്കെ ഇവർ തള്ളിപ്പറയോ? ജമായത്തെ ഇസ്ലാമി തള്ളിപ്പറയോ? ഈ ബ്രദർഹുഡിൻ്റെയും മറ്റും നേതാക്കന്മാർ ഇവരുടെ എല്ലാം നേതാക്കന്മാരായി ഇവർ കാണുന്നവരുടെ ഈ പടം ഉപയോഗിച്ച് ഈ കോഴിക്കോട് എയർപോർട്ട് എന്ന് പറയുമ്പോൾ മലപ്പുറം ജില്ലയിലാണ്. ആ മലപ്പുറം ജില്ലയിൽ വന്ന് ഇങ്ങനെ ഒരു വലിയ സമരം നടത്തി വലിയ അക്രമത്തിലേക്കൊക്കെ പോകുന്ന തരത്തിൽ ആ സമരം വലിയ ശ്രദ്ധ പിടിച്ചു പറ്റുമ്പോൾ എന്തിനാണ് ഈ സയ്യിദ് കുത്തുബിന്റെ ചിത്രം അവർ ഉപയോഗിച്ചത്, ഹസനുൽ ബന്നയുടെ ചിത്രം ഉപയോഗിച്ചത്? അതെ, ഈ നാട് ചോദിക്കില്ലേ? ആഴ്ചകൾക്ക് ശേഷം അവർക്ക് രാഷ്ട്രീയ കുറ്റവിമുക്തി നൽകുന്നു. അതാണ് പ്രശ്നം. നീക്കുപോക്കുകളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യും. വരാം വസീഫ്. രോഹിത്, താങ്കൾ കേട്ടിട്ടുണ്ടായിരിക്കും, നിരീക്ഷകനും താങ്കളുടെ രാഷ്ട്രീയ പ്രതിയോഗിയും ആയ ആളുകൾ സംസാരിച്ചത് താങ്കൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഞാൻ അതിനോടുകൂടി ചോദിക്കുകയാണ്, കേരള സർക്കാർ ഇവർക്കെതിരെ, ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നപ്പോൾ ഒരു സത്യവാങ്മൂലം കൊടുത്തിട്ടുണ്ട്. ആ സത്യവാങ്മൂലത്തിൽ പറയുന്നതും ഇന്ത്യൻ ഭരണഘടനയെയും ഭരണ നിയമവ്യവസ്ഥകളെയും അംഗീകരിക്കാത്ത സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്നതാണ് സർക്കാർ കൊടുത്തിരിക്കുന്നതാണ്. അതെല്ലാം നിലനിൽക്കെ അതിനെയെല്ലാം ന്യൂനീകരിക്കുന്നൊരു പരാമർശം, അവർ നേരിടുന്ന രാഷ്ട്രീയ ആരോപണത്തിൽ നിന്ന് പൂർണ്ണമായും വിമുക്തമാക്കുന്ന ഒരു പരാമർശം സതീശൻ നടത്തേണ്ടിയിരുന്നുവോ? ഈ പ്രതികരണങ്ങൾ കൂടി കേട്ടിട്ട് താങ്കൾക്ക് ഇതിലേക്ക് എന്താണ് മറുപടിയായി പറയാനുള്ളത്? രോഹിത്. ഞാൻ അതിലേക്ക് വരാം. ഞാൻ അതിന് മുമ്പേ ഈ വസീഫ് അധികാരം കിട്ടാൻ വേണ്ടി ആരുമായി കൂട്ടുചേരുന്നൊക്കെ വലിയ വായിലൂടെ പറയുന്നുണ്ടല്ലോ. ഈ അധികാരക്കൊതി മൂത്തിട്ടാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ PDPയുമായി കൂട്ടുചേർന്ന് മദനിക്കൊപ്പം പിണറായി വിജയൻ വേദി പങ്കിട്ടത്. അന്ന് വസീഫിന് അധികാരക്കൊതി ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കാൻ അദ്ദേഹത്തിന് ശക്തി ഉണ്ടായിരുന്നില്ല. SDPയുമായി ചേർന്ന് പല പഞ്ചായത്തിലും ഭരണത്തിലും മുന്നോട്ട് പോയപ്പോൾ ആ വസീഫിന് ഒരു അഭിപ്രായവും ഇല്ല. ഇനിയിപ്പോൾ ഇന്നലെ KA ഷഫീഖ് എന്ന് പറയുന്ന വെൽഫെയർ പാർട്ടിയുടെ നേതാവ് വളരെ കൃത്യമായി 2015 മുതൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ CPMന്റെ നേതാക്കന്മാരുമായി വ്യത്യസ്ത രാഷ്ട്രീയ ഓഫീസുകളിൽ, CPMന്റെ ഓഫീസുകളിൽ വെച്ച് വിവിധ ജില്ലകളിൽ ഞങ്ങൾ ചർച്ച ചെയ്തു, ഞങ്ങൾ ധാരണയുണ്ടാക്കി, ഞങ്ങൾ മത്സരിച്ചു. CPM മത്സരിക്കുന്ന സ്ഥലത്ത് വെൽഫെയർ പാർട്ടി മത്സരിച്ചില്ല, വെൽഫെയർ പാർട്ടി മത്സരിക്കുന്നിടത്ത് CPMന് സ്ഥാനാർത്ഥികളില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രസ്താവന ഇന്നലെ പറഞ്ഞു. ഒരു അഭിപ്രായം വസീഫിന്റെ ഞങ്ങളാരും കണ്ടിട്ടില്ല.
CPM-ന്റെ പോളിറ്റ് ബ്യൂറോന്റെ മെമ്പർ കൂടെ നിന്നുകൊണ്ട് ഹിന്ദു മഹാസഭയുടെ കൂടെ നിന്നുകൊണ്ട് പടമെടുക്കുമ്പോൾ വസീഫിന് അധികാര കൊതിയാണോ എന്ന് ഞങ്ങൾ തിരിച്ചു ചോദിക്കേണ്ടി വരും. ഇവിടെ നിങ്ങളുടെ ഈ മലപ്പുറത്ത് തന്നെ CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ TM സിദ്ദീഖിന്റെ ഒരു അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം സ്വരാജിനെ വിജയിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സുഡാപ്പികളുടെ വോട്ട് വേണം, ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമികളുടെ വോട്ട് വേണം, ഞങ്ങൾക്ക് RSSന്റെ വോട്ട് വേണം, ഞങ്ങൾക്ക് BJPയുടെ വോട്ട് വേണം എന്ന് പറഞ്ഞത് ചെറിയ ആളല്ല. നിങ്ങളുടെ CPM-ന്റെ മലപ്പുറത്തെ ജില്ലയുടെ സെക്രട്ടേറിയറ്റ് അംഗമായ TM സിദ്ദീഖാണ് പറഞ്ഞത്. എന്തേ വസീഫിന് ഒരു അഭിപ്രായം പറയാനില്ലേ? ഞങ്ങൾ ഇവിടെ ആരുമായിട്ട് രാഷ്ട്രീയ സഖ്യമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ ഉണ്ടാക്കിയതുപോലെയുള്ള ഒരു രാഷ്ട്രീയ സഖ്യം ഞങ്ങൾ ആരുമായി ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ ഒരു മദനിയുമായിട്ട് ഞങ്ങൾ വേദി പങ്കിട്ടിട്ടില്ല. ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. കേരളത്തിലെ അത് എത്രയോ സംഘടനകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെയാണ് വെൽഫെയർ പാർട്ടി. ആവശ്യം ക്ലിയർ ആണ്. നിങ്ങൾക്ക് മനസ്സിലായി? ഞാൻ പറയട്ടെ, തെരഞ്ഞെടുപ്പിൽ തോൽവി അല്ല, ഞാൻ പറഞ്ഞോട്ടെ, MPC ഞാൻ പറഞ്ഞോട്ടെ, തെരഞ്ഞെടുപ്പിൽ തോൽവി ഉറപ്പ് വരുമ്പോ LDF ഇറക്കുന്ന സ്ഥിരം കാർഡാണിത്. കാഫിർ സ്ക്രീൻഷോട്ട് ആയിരുന്നു വടകരയിൽ ഇവർ പ്രയോഗിച്ചത്. അങ്ങനെ നിരവധിയായ തെരഞ്ഞെടുപ്പുകളിൽ ഇത്തരത്തിലുള്ള ജാതിയും മതവും പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടാൻ പാടില്ല എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ഈ നിയോജക മണ്ഡലത്തിലെ ഈ സംസ്ഥാനത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന നിരവധിയായ പ്രയാസങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ അത് ചർച്ച ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അത് ക്ലിയറായി. അതിലല്ല തർക്കം. രോഹിത് ഞാൻ ചോദിക്കട്ടെ, അതിലല്ല തർക്കം ഈ സതീശൻ കഴിഞ്ഞ ദിവസം തർക്കം പറഞ്ഞല്ലോ. എന്റെ ചോദ്യം വസീഫ് പറഞ്ഞതിന് വസീഫ് മറുപടി പറഞ്ഞോളും, അതല്ല എന്റെ വിഷയം. എന്റെ പ്രശ്നം, ഞാൻ ഇതിൽ ഈ ചർച്ചയിൽ ഉന്നയിച്ച പ്രശ്നം, സതീശൻ ഇത്തരത്തിലുള്ളൊരു ന്യായീകരണം നടത്തേണ്ടിയിരുന്നുവോ? ആ ഭാഗത്തേക്ക് താങ്കൾ കടന്നില്ല. സതീശൻ നടത്തി ഇത് ആരെങ്കിലും പ്രചരിപ്പിച്ചൊരു സോഷ്യൽ മീഡിയ കാർഡല്ല. അദ്ദേഹത്തിൻ്റെ ബൈറ്റ് വെച്ചാണ് ഈ ചർച്ച തുടങ്ങിയത്. അദ്ദേഹം ഇക്കാര്യം പറയുന്നത്, അവർ രാഷ്ട്രവാദത്തിൽ നിന്ന്, മതരാഷ്ട്രവാദത്തിൽ നിന്ന് പിന്നോട്ട് പോയി നേരത്തെ തന്നെ എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറയേണ്ട ഒരു സന്ദർഭം ഉണ്ടായിരുന്നോ? പിന്തുണ പല രാഷ്ട്രീയ കക്ഷികളും പല മുന്നണികളും പലരുടെ കയ്യിൽ നിന്നും വാങ്ങിയിട്ടുണ്ട്. ഒരുപാട് ചരിത്രം നമുക്ക് പിറകിൽ ഉണ്ട്, അതൊക്കെ ഉണ്ട്. അപ്പോൾ പോലും ഇത്തരത്തിലുള്ളൊരു ന്യായീകരണത്തിലേക്ക് ആരും പോയിട്ടില്ല. എൻ്റെ വാക്കുകൾ, കേരള രാഷ്ട്രീയത്തിലെ അഭൂതപൂർവമായ രാഷ്ട്രീയ ന്യായീകരണം ആണ് ജമാഅത്തെ ഇസ്ലാമിക്ക് കിട്ടിയത്. അത് പ്രതിപക്ഷ നേതാവാണ് കൊടുത്തത്. അത് സന്ദർഭം ആവശ്യപ്പെടുന്നതിൽ കവിഞ്ഞുള്ള ഒരു രാഷ്ട്രീയ പരാമർശമായി പോയില്ലേ എന്ന ചോദ്യമാണ്. താങ്കൾക്ക് മറുപടി പറയാം. ഒപ്പം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സത്യവാങ്മൂലത്തെ പോലും 10 കൊല്ലത്ത് ഒരു പതിറ്റാണ്ടിന് ശേഷം തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് ഇതിലേക്ക് പോയിരിക്കുന്നത്, സതീശൻ പോയിരിക്കുന്നത്. അതിലൊരു കമൻറ്റ് അതിലാണ് വേണ്ടത്, വസീഫിനല്ല എൻ്റെ ചോദ്യത്തിന്. അല്ല, കൈരളിയും ഇടതുപക്ഷമൊക്കെ ആഗ്രഹിക്കുന്നത് ഏതെങ്കിലും ഒരു സിംഗിൾ പോയിന്റിലേക്ക് ഈ തെരഞ്ഞെടുപ്പിനെ കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ആ കെണിയിൽ വീഴാൻ ഉദ്ദേശിക്കുന്നത്. വെരി ഗുഡ്. ഞാൻ താങ്കളിലേക്ക് വരാം. ഭീകരവാദ സംഘടനയാണെന്ന് പറഞ്ഞാൽ അല്ലല്ല, അങ്ങനെ ഒരു സിംഗിൾ പോയിന്റിലേക്ക് ഏതായാലും നിങ്ങൾ കൊണ്ടുപോകണ്ട. അതിന് മറുപടി പറയില്ലെങ്കിൽ താങ്കൾക്ക് വ്യക്തമാക്കാം. നേരത്തെയും താങ്കൾ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ നിർത്തിയത്. സിംഗിൾ പോയിന്റിലേക്ക് കൊണ്ടുപോകണ്ട എന്ന് പറഞ്ഞ് ചർച്ചയ്ക്ക് അജണ്ട തീരുമാനിക്കല്ലേ. സിംഗിൾ പോയിന്റിലേക്ക് കൊണ്ടുപോകും, സിംഗിൾ പോയിന്റുകൾ ഉന്നയിക്കും. ഒറ്റ ചോദ്യങ്ങൾക്ക് മറുപടി തേടിയാണ് സമൂഹം മുന്നോട്ട് പോകുന്നത്. ഞാൻ പറയട്ടെ, ഇന്ന് കൈരളി പറഞ്ഞ ഇന്ന് കൈരളി പറഞ്ഞ പച്ച നുണയുണ്ടല്ലോ. തരൂരിന് കോൺഗ്രസിന്റെ MP ആയ തരൂരിന് അടുത്ത ഭാഗം, ഈ ചർച്ചയുടെ അടുത്ത ഭാഗത്തിൽ തരൂരിലേക്ക് വരാം. കൈരളി പറഞ്ഞതല്ല, ഞാൻ സതീശൻ പറഞ്ഞതിന് താങ്കളുടെ പിന്തുണയുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. കൈരളി പറഞ്ഞതിന് താങ്കൾ എതിർത്തുകൊള്ളൂ, അതിന് ഞാൻ സമയം തരാം, അതല്ല പ്രശ്നം. സതീശൻ പറഞ്ഞതിന് താങ്കളുടെ പിന്തുണയുണ്ടോ, താങ്കളുടെ ന്യായീകരണമുണ്ടോ, താങ്കൾ അതേക്കുറിച്ച് പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ചോദിച്ചത്. സതീശൻ ഇങ്ങനെയാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞങ്ങൾ നേരത്തെ കേൾപ്പിച്ചു. താങ്കൾക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും കേൾക്കാം. ഈ തെരഞ്ഞെടുപ്പിൽ
ഞങ്ങളെ വെൽഫെയർ പാർട്ടി ഉൾപ്പെടെയുള്ള നിരവധിയായ സംഘടനകൾ ഞങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. ആ Okay. പിന്തുണ അടിസ്ഥാനത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി വിജയിക്കും. Okay. മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പറയുന്ന ഏതെങ്കിലും ചെറിയതായ സിംഗിൾ പോയിന്റിലേക്ക് നിങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ അതുമായി ബന്ധപ്പെട്ട അവരുടെ ഈ ചർച്ചയിലേക്ക് കെ പി സി സി കോൺഗ്രസിന്റെ വക്താവ് എന്ന് പറഞ്ഞ് താങ്കളെ വിട്ടതുകൊണ്ടാണ് ഞാൻ താങ്കളോട് ചോദിക്കുന്നത്. എനിക്ക് വ്യക്തിപരമായിട്ട് താങ്കളോട് ഒരു അലോക്യമില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അത് കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെ പറയേണ്ടതാണെങ്കിൽ അവർ തന്നെ പറയട്ടെ. ഞാൻ വീണ്ടും വസീഫിലേക്ക് പോവുകയാണ്. വസീഫ്, നേരത്തെ പിന്തുണ സ്വീകരിച്ചതിനെക്കുറിച്ച് ഉള്ള ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു. അദ്ദേഹത്തിന് എന്തെങ്കിലും മറുപടി പറയാൻ താങ്കൾ ഇപ്പോൾ താല്പര്യപ്പെടുന്നുണ്ടോ അക്കാര്യത്തിൽ? തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ കാണേണ്ടത്, ഇപ്പോൾ ഇവർ പറയുന്ന ഏതോ ഇവരുടെ നേതാവിൻ്റെയൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവിൻ്റെയൊക്കെ സംസാരം വേദവാക്യമായി എടുത്തു വരികയാണ്. നമ്മൾ കാണേണ്ടത്, ഈ ജമാഅത്തെ ഇസ്ലാമി നേരത്തെ കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ വോട്ട് ചെയ്യണ്ട എന്ന് തീരുമാനിച്ചൊരു സംഘടനയായിരുന്നു. അതിനവർ മൗദൂദിയുടെ സിദ്ധാന്തമായിരുന്നു എടുത്തിരുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തിൽ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല. അവർ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാറുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ കുറേ ജമാഅത്തെ ഇസ്ലാമിക്കാരുണ്ടായിരുന്നു, അവർ നേരത്തെ ഒന്നും വോട്ട് ചെയ്യില്ല. പിന്നീട് അവർ തീരുമാനിച്ചത് എന്താ? മൂല്യം നോക്കി വോട്ട് ചെയ്യുക. പൊതുവെ അവരെ തമാശയാക്കിക്കൊണ്ട് നേരത്തെയൊക്കെ കോൺഗ്രസിൻ്റെയൊക്കെ നേതാക്കന്മാർ തന്നെ പ്രസംഗിക്കാറുണ്ട്, ഇവർക്ക് മൂല്യം കണ്ടില്ലേ എന്നൊക്കെ. പ്രത്യേകിച്ച് മുസ്ലിം ലീഗായിരുന്നു ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കാറുണ്ടായിരുന്നത്. കാരണം ഇവരുടെ ഈ നിലപാടുകൾക്കെതിരെയൊക്കെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ പിന്തുണച്ചിരുന്നത് സമസ്ത സുന്നി വിഭാഗമായിരുന്നു. ആ സുന്നി വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഈ ആശയവുമായി മുന്നോട്ട് വരുന്നവരാണ് ഈ ജമാഅത്തെ ഇസ്ലാമി. അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ ഇവർ പറയുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ 1-2 സീറ്റിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യും, ചില സീറ്റിൽ UDF വോട്ട് ചെയ്യും, വ്യക്തികളെ നോക്കി വോട്ട് ചെയ്യും. എന്നിട്ട് പലരും അവരോട് ചോദിക്കും, ഇവർക്ക് എന്തുകൊണ്ട് നിങ്ങൾ മൂല്യം കണ്ടില്ല എന്നൊക്കെ. അതുമായി ബന്ധപ്പെട്ടാണ് കുറേ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ വരുന്നത്. ആ സമയത്തും ഞങ്ങൾ ഇവരെക്കുറിച്ച് ഒരു നിലപാട് പറഞ്ഞത് അതൊരു മതസംഘടനയായിട്ടാണ്. പിന്നീട് ഇവർ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് വരുന്നു, വേറെ പേരിൽ വരുന്നു. അങ്ങനെ പൊതിഞ്ഞുകെട്ടി ഇവരുടെ രാഷ്ട്രീയവും ഇവരുടെ ഈ തീവ്രവാദ സ്വഭാവമൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അതിൽ പല സ്ഥലങ്ങളിലും പ്രാദേശികമായി ചില പ്രയാസങ്ങളും കൂട്ടുകെട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനൊന്നും ആരും എതിർപ്പ് പറയുന്നില്ല. അങ്ങനെ ഉണ്ടായ സമയത്ത് നേതൃത്വം ഇടപെട്ട് അത് പാടില്ലെന്നും അത് തെറ്റാണെന്നും പറയുകയും അതിനെതിരെ നടപടിയെടുക്കുകയും ശാസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് വിവിധ ഘട്ടങ്ങളിൽ, വിവിധ തലങ്ങളിൽ. അങ്ങനെ ചെയ്ത സന്ദർഭങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ ഇവിടെ നടക്കുന്നത് എന്താ? അതൊന്നുമല്ല പിന്തുണ, ഏതെങ്കിലും ഒരു മതസംഘടനയുടെ പിന്തുണയൊന്നുമല്ല. ഇപ്പോൾ PDPയുടെ പറഞ്ഞു ഇവർ. PDPയുടെ അബ്ദുൽ നാസർ മദനിയെക്കുറിച്ച് നമുക്കറിയാം. ഏറ്റവും തീവ്രമായ വാക്കുകൾ കൊണ്ട് അദ്ദേഹം വൈകാരികമായി മുസ്ലിം ചെറുപ്പക്കാരെ സംഘടിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ വാക്ചാതുര്യം ഉപയോഗിച്ച ആളാണ്, തീവ്രമായി പ്രസംഗിക്കുന്ന ആളാണ്. ആ പ്രസംഗം കൊണ്ട് അപകടമുണ്ടായി, അദ്ദേഹത്തിനെതിരെ കേസെടുക്കുന്ന സാഹചര്യമുണ്ടായി. EK നായനാർ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. പക്ഷേ പിന്നീട് നമ്മൾ കാണുന്ന കാഴ്ച എന്താ? വിചാരണ പോലും ഇല്ലാതെ അദ്ദേഹത്തെ തടവിൽ വെക്കുന്നു, അദ്ദേഹത്തിനെതിരെ ഒരു കുറ്റം ചുമത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഇദ്ദേഹം പിന്നീട് ആവർത്തിച്ച് പറയുന്നു, ഞാൻ മുൻപ് ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പറയുന്നു, മാനസാന്തരപ്പെടുന്നു, ഈ സമൂഹത്തോട് തെറ്റേറ്റ് പറയുന്നു. എൻ്റെ പ്രസംഗങ്ങളിൽ വന്ന പാളിച്ചകളെക്കുറിച്ചും അതിലെ അതിവൈകാരികതയെക്കുറിച്ചും ഒക്കെ അദ്ദേഹം പറയുന്നു. പക്ഷെ അപ്പോൾ നമ്മൾ കാണേണ്ടത് PDP ഒരിക്കലും ഞങ്ങൾ ഒരു മതരാഷ്ട്രവാദത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്, അതിൽ നിൽക്കുന്ന മതസംഘടനയാണ് എന്ന നിലപാട് സ്വീകരിച്ചിട്ടേയില്ല. ജമാഅത്തെ ഇസ്ലാമി ഈ കഴിഞ്ഞ മാസം നടത്തിയ സമരത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഈ സയ്യിദ് കുത്തുബും അസ്നുൽ ബന്നയും അവരുടെ പടങ്ങൾ ഇവരുടെ സമരത്തിൽ വന്നതിനെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. അതാണ് നമ്മൾ പറയുന്നത്. പിന്നീട് ഇപ്പോൾ ഇവർ ഉരുണ്ട് കളിക്കുക. ഈ സതീശൻ പറഞ്ഞത് വളരെ ക്ലിയർ ആണല്ലോ, നമ്മളെല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിലല്ലേ പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പോൾ മതരാഷ്ട്രവാദമൊന്നും ഇല്ല എന്നുള്ളതാണ്. മാസങ്ങൾക്ക് മുമ്പാണ് ഇവരുടെ നേതാക്കന്മാർ നിരയായി പറഞ്ഞത് ISISുമായി സാമ്യമുള്ളവരാണ് ഇവർ മൗലാന മൗദൂദിയുടെ പുസ്തകങ്ങൾ വായിച്ച് ആ പുസ്തകങ്ങൾ പ്രചരിപ്പിച്ച് അതിനടിസ്ഥാനപ്പെടുത്തി രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നവരാണ് ഇവരുടെ വസീഫ്. ഒപ്പം തന്നെ 2023 രാഹുൽ ഗാന്ധി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, ബ്രദർഹുഡ് എന്ന് പറയുന്നത് ലോകത്തെ RSS ഇവിടെ നിൽക്കുന്നത് പോലെ ലോകത്ത് നിൽക്കുന്ന ഒരു സംഘടനയാണെന്ന്. ആ ബ്രദർഹുഡിൻ്റെ നേതാക്കളുടെ പടവും പിടിച്ചാണ് സോളിഡാരിറ്റി ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന വിഭാഗം സമരം നടത്തിയത്. അത് കഴിഞ്ഞ ഏപ്രിലിൽ ആയിരുന്നു.
ആഴ്ചകൾക്കിപ്പുറമാണ് അവർക്ക് രാഹുൽ ഗാന്ധിയുടെ തന്നെ അനുയായിയായ സതീശൻ ന്യായീകരണം കൊടുക്കുന്നത്. ആ അനൗചിത്യമാണ്, ആ രാഷ്ട്രീയ നയവ്യതിയാനമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിച്ചത്. ഒറ്റ പ്രശ്നത്തിന് മറുപടി പറയാൻ കഴിയില്ല, ഒറ്റ പോയിന്റിലേക്ക് പോകാൻ കഴിയില്ല എന്നാണ് നമ്മുടെ സമാദരണീയനായ കോൺഗ്രസ് വക്താവ് രോഹിത് പറയുന്നത്. താങ്കൾ പറഞ്ഞ് അവസാനിപ്പിക്കൂ. ഞാനതൊന്ന് ചൂണ്ടിക്കാണിച്ചത് മാത്രം, രാഹുലിൻ്റെ പരാമർശം. എനിക്ക് ഇവരോട് കൂടുതലൊന്നും സംസാരിക്കാനില്ല. ഇവരുടെ ദേശീയ നേതൃത്വം ഇതിലൊരു നിലപാട് പ്രഖ്യാപിക്കണം. സാക്ഷാൽ രാഹുൽ ഗാന്ധി പറയട്ടെ, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് മതരാഷ്ട്രവാദം മുന്നോട്ട് വെക്കാത്ത, നിലപാട് സ്വീകരിക്കുന്ന, മതനിരപേക്ഷത മുറുകെ പിടിക്കുന്ന ഒരു സംഘടനയാണ് എന്ന് രാഹുൽ ഗാന്ധി പറയട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൽ വേറെ എതിർപ്പൊന്നുമില്ല. രാഹുൽ ഗാന്ധി പറയട്ടെ, ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാരും പ്രഖ്യാപിക്കട്ടെ, ഞങ്ങൾക്ക് മതരാഷ്ട്രവാദമില്ല, ഞങ്ങൾ അതിൽ നിലനിൽക്കുന്നില്ല, ഞങ്ങൾ മൗദൂദിയെ ഞങ്ങൾ തള്ളിപ്പറയുന്നു, മൗദൂദിയൻ ആശയങ്ങൾ ഞങ്ങൾ പിൻപറ്റുന്നില്ല, ഞങ്ങൾ അതിനെതിരാണ് എന്നിവർ പറഞ്ഞോട്ടെ. എന്താ നമുക്ക് പ്രശ്നം? എല്ലാവരും ഈ തീവ്രവാദ ആശയങ്ങളിൽ തന്നെയാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. തിരിച്ചു വരാം. സജീവൻ, രണ്ടുപേരും തമ്മിലുള്ള ചർച്ചയ്ക്കിടയിൽ കുറച്ച് സമയം താങ്കളിലേക്ക് വരാനായില്ല, ഞാൻ ക്ഷമ ചോദിക്കുന്നു. താങ്കൾ ഇതിലേക്ക് ഒരഭിപ്രായം കൂട്ടിച്ചേർക്കുക. നമ്മളെല്ലാം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യമുള്ള കോൺഗ്രസ് എന്ന ദേശീയ പാർട്ടി, അതിൻ്റെ ഒരു നേതാവിൽ നിന്ന് ഇങ്ങനൊരു പരാമർശം ഉണ്ടായിരിക്കുന്നു. അവരുടെ തന്നെ KC വേണുഗോപാൽ അത് ഏറ്റെടുക്കാനോ ആവർത്തിക്കാനോ തയ്യാറാവുന്നില്ല. അതിനുവേണ്ടി അതേ പാർട്ടിക്ക് വേണ്ടി എത്തിയ വക്താവ് പോലും അത് ഏറ്റെടുത്ത് ന്യായീകരിക്കാൻ തയ്യാറാവുന്നില്ല. ഇത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ കാഴ്ചയിലേക്ക് പ്രതിപക്ഷ നേതാവ് വീണുപോയത് എന്തുകൊണ്ടാണ്? 2014 ഉമ്മൻചാണ്ടി കൊടുത്ത ആ സത്യവാങ്മൂലത്തിൻ്റെ പോലും സത്തയെ തള്ളി പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു പരാമർശം എന്തിനദ്ദേഹം നടത്തി? പിന്തുണ സ്വീകരിക്കും, അത് ന്യായീകരിക്കാൻ രാഷ്ട്രീയക്കാർക്ക് വാക്കുകൾ നമ്മൾ കൊടുക്കേണ്ടതില്ല. എന്താണ് ഈ രാഷ്ട്രീയ കാഴ്ചയുടെ അർത്ഥം? ഇത് ഉയർത്തുന്ന അപായത്തിൻ്റെ സൂചനകൾ എന്തെങ്കിലും താങ്കൾ നിരീക്ഷിക്കുന്നുണ്ടോ സജീവൻ? തീർച്ചയായിട്ടും ഇതില് ആലോചനയില്ലാതെ അഭിപ്രായം പറയുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. VD സതീശിൽ നിന്ന് അതാണ് ഉണ്ടായത്. സത്യത്തിൽ അദ്ദേഹം കണ്ടുപിടിക്കേണ്ടത്, ഇപ്പൊ ഇവിടെ രോഹിത് സംസാരിച്ചു, രോഹിത് വളരെ കൃത്യമായിട്ടും പരിക്കില്ലാത്ത രൂപത്തിൽ കൈകാര്യം ചെയ്യാനാണ് ശ്രമിച്ചത്. അദ്ദേഹം ഈ വിഷയത്തെ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് പല ആളുകളും വോട്ട് ചെയ്യും, അത് ഞങ്ങൾ ആ വോട്ട് സ്വീകരിക്കും. ശരിയാണ്, ഏത് രാഷ്ട്രീയ പാർട്ടിയും ഏത് മുന്നണിയും അവരുടെ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ഞങ്ങൾക്ക് ഇന്ന ആളുകൾ വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർക്ക് പ്രസ്ഥാനങ്ങളെ പറയാം. ഇപ്പൊ RSS വർഗീയ സംഘടനയാണെന്ന് CPM പറയുന്നുണ്ട്, അതുകൊണ്ട് അവരുടെ വോട്ട് വേണ്ടെന്ന് പറയുന്നു. പക്ഷെ RSSകാരൻ വോട്ട് ചെയ്യാൻ തയ്യാറാവുകയാണെങ്കിൽ അവനെ പിടിച്ചു വെക്കാൻ പറ്റും. ഇത് രഹസ്യ ബാലറ്റ് ആണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് പല ആളുകളും ഞങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ട്, അതൊക്കെ അവരുടെ താല്പര്യമാണ്, അതിനൊന്നും ഞങ്ങൾ മറുപടി പറയേണ്ടതില്ല എന്ന് പറഞ്ഞാൽ മതി. VD സതീശൻ അതിനപ്പുറത്തേക്ക് പോയിട്ട് ഈ മൗലാന മൗദൂദി പോലും മൗദൂദിയെ പോലും തള്ളിപ്പറയുകയാണ്. കാരണം ജമാഅത്തെ ഇസ്ലാമി 1941 രൂപീകരിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള നിർവചനത്തോട് കൂടിയിട്ടാണ് രൂപീകരിക്കുന്നത്. അതിൽ മതവും രാഷ്ട്രീയവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല, അത് പരസ്പര ബന്ധിതമാണ് എന്നുള്ളതാണ് മൗദൂദിയുടെ ആശയം. അതാണ് അതിന്റെ അടിത്തറ. ആ അടിത്തറ ഇപ്പോൾ അവർ കൈയൊഴിഞ്ഞു, അവർക്ക് മതരാഷ്ട്രവാദം ഇല്ല എന്ന് പറയുമ്പോൾ സത്യത്തിൽ സതീശൻ അതിൽ അനാവശ്യമായ ഒരു വിവാദം ഉണ്ടാക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് പോലും ഇതിനെ വെച്ചുകൊണ്ട് ന്യായീകരണം നടത്താൻ പറ്റില്ല. സജീവൻ തിരിച്ചു വരാം. രോഹിത്, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. താങ്കൾ നേരത്തെ പറഞ്ഞു ശശി തരൂരിൻ്റെ കാര്യം. അദ്ദേഹത്തെക്കുറിച്ച് ഇന്ന് വന്ന വാർത്ത, അദ്ദേഹം നിലമ്പൂരിലേക്കില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം എത്തിയതാണ്, അദ്ദേഹം അമേരിക്കയിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തെ ഈ നിലമ്പൂർ പ്രചാരണത്തിലേക്ക് ക്ഷണിക്കാൻ കേരളത്തിൽ നിന്ന് ആളുണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത വൃത്തങ്ങളിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് ഒരു ക്ഷണവും ലഭിച്ചിട്ടില്ല എന്നാണ്. അദ്ദേഹം അമേരിക്കയിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം അത് ന്യായീകരിക്കപ്പെടാവുന്നതാണോ? ശശി തരൂർ എന്നത് ഒരു വ്യക്തിയാണ്, ഒപ്പം തന്നെ അദ്ദേഹത്തിന് ഒരുപാട് സവിശേഷതകളുമുണ്ട്. എല്ലാം പോട്ടെ, അദ്ദേഹം കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയാണ്. മറ്റെല്ലാ MP-മാരും നിലമ്പൂരിലുണ്ട്, അവർക്കൊക്കെ പ്രത്യേക ചുമതലകൾ കൊടുത്തിട്ടുമുണ്ട്. എന്തുകൊണ്ട് ശശി തരൂർ വരുന്നില്ല?
വരുന്നതിന് പിന്നിൽ ക്ഷണിക്കപ്പെടാത്തതാണ് എന്ന വാർത്തകളോട് എന്താണ് പ്രതികരണം? രോഹിത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കൈരളിയെ പോലെയുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമം ഇത്തരം ഒരു വാർത്ത കൊടുക്കുമ്പോൾ അതിനൊരു ആധികാരികമായിട്ടുള്ള സോഴ്സ് ഉണ്ടാവണ്ടേ? ഒന്നല്ലെങ്കിൽ നിങ്ങൾ വരുന്നില്ല എന്ന് പറയുന്ന ആൾ തന്നെ പൊതുമധ്യത്തിനകത്ത് അല്ലെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങളോട് പറയണം, കോൺഗ്രസ് പാർട്ടി എന്നെ അവഗണിച്ചു, എനിക്ക് നിലമ്പൂരിൽ എനിക്ക് വരാൻ സാധിക്കുന്നില്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളൊരു വാർത്ത കൊടുക്കുകയാണ്, നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ചുകൊണ്ട് UDF-നകത്ത് പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട് എന്ന് സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് നിങ്ങളൊരു വാർത്ത കൊടുക്കുന്നു. ആ വാർത്തയ്ക്കകത്ത് നിങ്ങൾ കുറെ ചർച്ച നടത്തുന്നു, നിങ്ങൾ കുറെ നിഗമനങ്ങളിലേക്ക് എത്തുന്നു. അതിന് ഞങ്ങൾ എന്തിനു മറുപടി പറയണം? കേരളത്തിലെ കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട പല നേതാക്കന്മാർക്കും ഇവിടെ ചാർജ് ഉണ്ട്, അവർ പ്രസംഗിക്കാൻ വരുന്നുണ്ട്, കുടുംബയോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടി വിളിക്കുന്നതനുസരിച്ചുള്ള മുഴുവൻ നേതാക്കന്മാരും അത് ഇന്ന ആളെ വിളിച്ചില്ല എന്ന് എവിടെയെങ്കിലും ഏതെങ്കിലും നേതൃത്വം പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കഥയ്ക്കനുസരിച്ച് നിങ്ങൾ എന്തൊക്കെ കഥകൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കില്ല, എത്ര വാർത്തകൾ നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു വാർത്തയ്ക്ക് ഒരു ആധികാരികമില്ലാത്ത തരത്തിൽ നിരവധിയായ വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു മറുപടി സത്യത്തിൽ അർഹിക്കുന്നില്ല എന്നതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഓക്കെ, ക്ലിയർ ആണ്. താങ്കളുടെ നിലപാട് ക്ലിയർ ആണ്. ശശി തരൂർ വരുമോ? ശശി തരൂർ താങ്കൾക്കുള്ള അറിവ് വെച്ച് കൂട്ടിച്ചേർക്കാം. ശശി തരൂർ വരുമോ? കൈരളിയുടെ വാർത്ത തെറ്റാണ് എന്ന് തെളിയിച്ചുകൊണ്ട് ശശി തരൂർ അവിടെ വരുമോ? അല്ല, ശശി തരൂർ വരുമോ ഇല്ലേ എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഷെഡ്യൂൾ എങ്ങനെയാണെന്നൊക്കെ അദ്ദേഹമാണ് വ്യക്തമാക്കേണ്ടത്. അത് പാർട്ടി നേതൃത്വവുമായി സംസാരിച്ച് വരാൻ പറ്റാവുന്ന സാഹചര്യമാണെങ്കിൽ വരാൻ പറ്റും, അല്ലെങ്കിൽ മുൻകൂട്ടിയിട്ടുള്ള പരിപാടികൾ ഉണ്ടെങ്കിൽ അതനുസരിച്ച് അത് ചാർട്ട് ചെയ്യപ്പെടും. അതിന് നിങ്ങൾ തെറ്റായ വ്യാഖ്യാനം കൊടുക്കുകയാണ്. ഇവിടെ വിലക്കിയിരിക്കുന്നു, നിങ്ങൾക്ക് എങ്ങനെയാണ് അങ്ങനെ വിലക്കിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു വാർത്ത എങ്ങനെ കിട്ടി? അല്ല, നിങ്ങൾ ഇന്ന് രാവിലെ തൊട്ട് കൊടുത്തല്ലോ, നിങ്ങൾക്ക് എവിടെയാണ് അതിന്റെ സോഴ്സ്? എവിടെയാണ്? നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമമാണെങ്കിൽ നിങ്ങൾ അത് പറയണം. സോഴ്സ് ഉള്ളത് അദ്ദേഹത്തെ വിലക്കി, കോൺഗ്രസ് പാർട്ടി വിലക്കി, എവിടെ വിലക്കിയിട്ടുള്ളത്? താങ്കളുടെ നിലപാട് വ്യക്തമാക്കൂ. അല്ല, അങ്ങനെ ഓക്കെ പറഞ്ഞിട്ട് പോകാൻ പറ്റുമോ? നിങ്ങൾ കൊടുക്കുക ഒരു വാർത്ത, ആ വാർത്ത എന്നോട് ചോദിക്കുക, ആ വാർത്തയ്ക്ക് എന്നോട് ഉത്തരം ചോദിക്കുക, എന്നിട്ട് നിങ്ങൾ രോഹിതേ ഇതിന് മറുപടി പറയാനുള്ള നാവ് ആവശ്യമാണെങ്കിൽ ശശി തരൂരിന്റെ കയ്യിൽ തന്നെയുണ്ട്. കേൾക്കൂ, കോൺഗ്രസ് പാർട്ടി അല്ല, എന്നോട് ചോദ്യം ചോദിച്ചാൽ ഞാൻ പറയുന്ന കേൾക്കണ്ടേ? കോൺഗ്രസ് പാർട്ടി വിലക്കി. ഞാൻ എന്റെ സ്പെസിഫിക് ആണ്. കോൺഗ്രസ് പാർട്ടി വിലക്കി. എവിടെയാണ് നിങ്ങളുടെ സോഴ്സ്? എന്താണ്? പറയൂ. അതാണ് പറയാൻ വരുന്നത്. നിശബ്ദനായിട്ടിരിക്കാമോ? ഓക്കെ എന്ന് പറഞ്ഞ് തുടങ്ങുന്നതാണ് ചങ്ങാതി. ഒന്ന് കേൾക്കൂ, വാക്കുകളിൽ പിടിച്ചു നിൽക്കാതെ ഒന്ന് കേൾക്കൂ. ശശി തരൂർ കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തി. അദ്ദേഹം അമേരിക്കയിലേക്ക് പോകുന്നു. അതിനു മുമ്പ് അദ്ദേഹത്തിന് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ചെയ്യാനുള്ളൊരു ദൗത്യം നിർവഹിക്കാൻ ഏതെങ്കിലും രൂപത്തിൽ അദ്ദേഹം ഭൗതികമായിട്ട് നിലമ്പൂരെത്തിയോ? അദ്ദേഹം വാർത്താലേഖകരോട് സംസാരിച്ചോ? അദ്ദേഹം ഒരു സന്ദേശം കൊടുത്തോ? അദ്ദേഹത്തോട് നിലമ്പൂരിലേക്ക് ഒരു സംഭാവന തരൂ എന്ന് പറയാൻ കേരളത്തിൽ നിന്ന് ആളുണ്ടായില്ല എന്നാണ് അദ്ദേഹത്തോട് ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഞങ്ങളോട് പറഞ്ഞത്. അതനുസരിച്ചാണ് ഞങ്ങൾ ആ വാർത്ത കൊടുത്തത്. ഞങ്ങൾക്ക് ഉറവിടങ്ങളെ കേൾക്കൂ ചങ്ങാതി, ഞങ്ങൾക്ക് ഉറവിടങ്ങളെ മാനിക്കേണ്ടി വരും. ഞങ്ങളതിൽ ഉറച്ചു നിൽക്കുന്നു. ശശി തരൂർ വരൂല. ശശി തരൂർ അവിടെ പ്രചാരണം നടത്തില്ല. മാത്രമല്ല, അദ്ദേഹം നിലമ്പൂർ ദൗത്യത്തിന് മുമ്പിൽ നിലമ്പൂർ ദൗത്യത്തിന് മുമ്പിൽ ഞാനിങ്ങനെ ചെയ്യുന്നു എന്ന് ഒരു ബൈറ്റ് പോലും മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വിജയം ആവശ്യപ്പെട്ടുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു ബൈറ്റ് പോലും കൊടുക്കാതെ, ഒരു പ്രതികരണം പോലും കൊടുക്കാതെ അമേരിക്കയിലേക്ക് പോകുന്നു എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വാർത്ത. അതാണ് ഞങ്ങൾ കൊടുത്തത്. ശശി തരൂർ നോ എന്ന് പറഞ്ഞാൽ ഞങ്ങളതും കൊടുക്കും, ഞങ്ങളത് ക്യാരി ചെയ്യും. ഇപ്പം ഇതാണ് നില. സജീവൻ, അതിലെവിടെയാണ് കോൺഗ്രസ് പാർട്ടി വിലക്കിയിട്ടുള്ളത്? ഓക്കെ, കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം പോലും തേടാൻ ആളുണ്ടായില്ല എന്ന് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ വിഷമത്തോടു കൂടി ഞങ്ങളോട് പറഞ്ഞു എന്നാണ് വാർത്ത. അതിനർത്ഥം വിലക്കിയെന്നാണോ? അതിന്റെ അർത്ഥം വിലക്കില്ല എന്നാണെങ്കിൽ അങ്ങത് പറഞ്ഞോളൂ. അതിന്റെ അർത്ഥം ശശി തരൂരിന് വിലക്കില്ല എന്നാണ്. ശശി തരൂർ ഇവിടെ എത്തും എന്നാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ താങ്കൾക്ക് വ്യാഖ്യാനിക്കാം. രാവിലെ തൊട്ട് വാർത്ത കൊടുക്കുക, നിങ്ങൾ രാവിലെ തൊട്ട് തെറ്റായ വാർത്ത കൊടുക്കുക, എന്നിട്ട് ഞാനത് ശരിയല്ല എന്ന് തെറ്റായ വാർത്ത തെളിയിക്കുന്നത് പിന്നാലെ വരുന്ന മണിക്കൂറുകളാണ്. വാചാലമായൊരു നാക്കല്ല ഒരു വാർത്ത തെറ്റാണോ അല്ലയോ എന്ന് തെളിയിക്കുക.
19-നാണല്ലോ തെരഞ്ഞെടുപ്പ് നടക്കുക. ശശി തരൂർ അമേരിക്കയിലേക്ക് പോകുന്നു എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ശശി തരൂർ വരട്ടെ. ശശി തരൂര് ഈ വാർത്ത തെറ്റാണെന്ന് തെളിയിച്ചുകൊണ്ട് നിലമ്പൂർ വരട്ടെ. അല്ലെങ്കിൽ ശശി തരൂരിന്റെ കയ്യിൽ നിന്ന് സന്ദേശം വാങ്ങി ഞങ്ങളുടെ വാർത്ത തെറ്റാണെന്ന് പറഞ്ഞ് താങ്കൾ പ്രചരിപ്പിച്ചോളൂ. വസീഫ്, ഇതാണ് സ്ഥിതി. ശശി തരൂർ, കേരളത്തിലെ ശശി തരൂരിനെ, ഞാൻ വസീഫിലേക്ക് പോവുകയാണ്. ശശി തരൂരിനെ കുറച്ച് നാളുകൾക്ക് മുമ്പ് പലസ്തീൻ അനുകൂല റാലിയിലേക്ക് മുസ്ലിം ലീഗുകാർ വിളിച്ചപ്പോൾ വന്ന വാർത്ത കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മുസ്ലിം ലീഗിന് അസംതൃപ്തിയുണ്ട്. അതുകൊണ്ടാണ് ശശി തരൂരിനെ ക്ഷണിച്ചിരിക്കുന്നത്. ശശി തരൂരാണ് ഇനി UDF നയിക്കേണ്ടത് എന്നൊരു ബോധ്യത്തിലേക്ക് മുസ്ലിം ലീഗ് എത്തിയിരിക്കുന്നു എന്നാണ്. ശശി തരൂർ അവിടെ ചെന്ന് ഹമാസിനെതിരെ പ്രസംഗിച്ച് അത് പ്രശ്നത്തിലാക്കി മാറ്റി എന്നതും മറ്റൊരു കഥ. ആ ശശി തരൂർ നാളെ UDF നയിക്കേണ്ട ആൾ എന്ന് ലീഗ് ചിന്തിച്ചു എന്ന് വാർത്തകൾ പറഞ്ഞ ആ ശശി തരൂർ ഇന്ന് ഒരു പ്രതീകം പോലെ ഇക്കാര്യത്തിൽ നിശബ്ദനായി നിൽക്കുന്നു. നിലമ്പൂരിലേക്ക് വരാതെ അദ്ദേഹം അമേരിക്കയിലേക്ക് പോകുന്നു, ഒരു പ്രതികരണം പോലും കൊടുക്കാതെ. അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നു കേരളത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു ക്ഷണവും ഉണ്ടായിട്ടില്ല. ആ വാർത്ത ഞങ്ങൾ കൊടുത്തിരിക്കുന്നു. അത് തെറ്റാണ്. കോൺഗ്രസ് വിലക്കി എന്ന് പറഞ്ഞത് ആവശ്യമില്ലാത്തൊരു പരാമർശമായിരുന്നു. കൈരളിയുടെ നുണപ്രചാരണ പരമ്പരകളുടെ ഭാഗമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം. അതും കൂടി ജനങ്ങൾ കേൾക്കട്ടെ. ഇത് തെറ്റാണ് എന്ന്, ഈ വാർത്ത തെറ്റാണ് എന്ന് തരൂരിൻ്റെ വരവിലൂടെ തെളിയില്ല എന്ന് കൈരളിക്ക് വേണ്ടി ഞാൻ ഉറപ്പിച്ച് പറയുന്നു. വസീഫിന് ഈ സംഭാഷണ ഘട്ടത്തോട് പ്രതികരിക്കാം. ഇവിടെ ഈ കേരളത്തിലെ കോൺഗ്രസ്സിൽ ഇപ്പോൾ നടക്കുന്നത് സത്യത്തിൽ രണ്ട് കാര്യമാണ്. ഒന്ന്, ആരാണ് ഞങ്ങളിൽ മുമ്പൻ എന്നുള്ളതിനുള്ള ഒരു മത്സരമാണ്. അതിലിപ്പോൾ ഇവിടെ സതീശനുണ്ട്, ഒരു ഭാഗത്ത് ചെന്നിത്തലയുണ്ട്. മുകളിൽ നിന്ന് നേരത്തെ മുകളിലേക്ക് പല കാരണങ്ങളാൽ ആ സോളാർ സമര കാലഘട്ടങ്ങളിലൊക്കെ ആലപ്പുഴയിൽ മത്സരിക്കാതെ ഞാൻ ഡൽഹി കേന്ദ്രീകരിച്ച് നിൽക്കുകയാണ് എന്ന് പറഞ്ഞ് ഇതെല്ലാം ഒന്ന് അടങ്ങി തിരിച്ചു വന്ന് ഇവിടെ മത്സരിച്ച് ഇപ്പോൾ സതീശനേക്കാൾ മോശമായ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇറക്കി നടക്കുന്ന ആരുണ്ട്? ഈ വേണുഗോപാലുണ്ട്. നമ്മൾ കണ്ടല്ലോ, ഏറ്റവും മോശമായ സ്റ്റേറ്റ്മെൻറ്റ് നടത്തി ഈ തെരഞ്ഞെടുപ്പിൽ വർഗീയത കൊണ്ടുവരാനും പെൻഷനെ ആക്ഷേപിക്കാനൊക്കെ വന്നത് അദ്ദേഹമാണ്. അതുപോലെ തന്നെ കേരളത്തിൽ മറ്റൊരു നേതാവും ഉണ്ട്, ആരാ? ശശി തരൂർ. അപ്പോൾ ഇവിടെ ഈ മുസ്ലിം ലീഗിനാണെങ്കിൽ ഇവരുടെ തമ്മിൽ തല്ലുകൊണ്ട് ഒരു കാലത്തും ഇവർ രക്ഷപ്പെടില്ല എന്നുള്ള തോന്നൽ മുസ്ലിം ലീഗിനകത്തുമുണ്ട്. അപ്പോൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം വൃത്തിയുള്ള ഒരു നേതാവ് എന്നുള്ള നിലക്ക് അവർ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാൻ നോക്കിയ ആളാണ് ശശി തരൂർ. പക്ഷേ അദ്ദേഹം പല ചിന്തകളിലാണ് നിൽക്കുന്നത് എന്നാണ് പല സമയത്തും നമുക്ക് തോന്നുന്നത്. ഏതായാലും ഇപ്പോൾ ശശി തരൂരിന് പറ്റില്ല എന്നുള്ള വാർത്തകൾ, കൈരളി വാർത്തകളെ അവിശ്വസിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം അമേരിക്കയിലേക്ക് പോവുകയാണ് എന്ന് പറയുന്നത്. ഇവിടെ കൊണ്ടുവന്നാൽ കുറേ അപകടമുണ്ട് താനും. അത് ഈ പറയുന്ന സതീശനുണ്ട്, വേണുഗോപാലിനുണ്ട്, മറ്റു പലർക്കും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവർക്കിടയിൽ ഒരു മത്സരമുണ്ട്. അത് ആരാണ് ഇതിൽ മുമ്പൻ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പരസ്പരം ചളിവാരി എറിയുന്നുണ്ട്, അടിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട് അവർ. അപ്പോൾ അതൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്. മറുഭാഗത്ത് ഇവരിൽ ചിലർക്ക് വലിയ ആഗ്രഹമുണ്ട്, എങ്ങനെയെങ്കിലും ഒന്ന് അധികാരത്തിൽ വരണം. അതിനാരെയൊക്കെ കൂട്ടാൻ പറ്റും? അതിൽ കോൺഗ്രസ്സിലെ അപ്പോൾ ഒരേ സമയത്ത് ഇവർ രണ്ട് പ്രോസസ്സ് നടത്തിക്കൊണ്ടിരിക്കുക. ഒന്ന്, തങ്ങളിൽ മുമ്പനാര് എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ എങ്ങനെയെങ്കിലും ആരോടെങ്കിലും 4 വോട്ട് വാങ്ങി അധികാരത്തിലേക്ക് വരാൻ പറ്റുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ നേരത്തെയൊക്കെ ചോദിച്ചതിൽ ഒരു മറുപടി ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ ഇവിടുത്തെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഉണ്ട്, BP അനിൽ, മലപ്പുറത്തെ കാര്യം കുറച്ചുകൂടി ആധികാരികമായിട്ട് അദ്ദേഹം ആയിരുന്നല്ലോ അന്നൊക്കെ അത് പറയാം തെരഞ്ഞെടുപ്പ് സമയത്ത്. അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിച്ച സമയത്ത് വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് വർഗീയവാദികളുടെ വോട്ട് വേണ്ട. അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് മുഴുവനാക്കാൻ പറ്റിയിട്ടില്ല. PDPയെ അവർ തീവ്ര നിലപാട് സ്വീകരിക്കുന്ന സമയത്ത് തോളിൽ വെച്ച് നടന്നവരാ ഈ കോൺഗ്രസ്. എന്നാൽ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഹിറ സെൻറ്ററിൽ 2010 റെയ്ഡ് നടത്തിയ സമയത്ത് കേരളം ഭരിച്ചിരുന്നത് ഇടതുപക്ഷ, നമുക്ക് ഓർമ്മയില്ലേ? നമ്മൾ അതേപോലെ ഇപ്പോൾ ഈ സതീശൻ ക്ലീൻ ചിറ്റ് കൊടുക്കുന്ന സമയത്ത് ആലോചിക്കേണ്ട മറ്റൊരു കാര്യവുമുണ്ട്. ഈ ജമാഅത്തെ ഇസ്ലാമിയെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഇവർ നിരോധിച്ചിരുന്നു. ആര്? കോൺഗ്രസ്. കേരളത്തിലെ കോൺഗ്രസ് അല്ല, അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നിരോധിച്ചിട്ടുണ്ട് കോൺഗ്രസ് 92-ൽ. എന്തിനാ? മറ്റ് മതസംഘടനകളൊന്നും നിരോധിച്ചിട്ടില്ല.
അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. ഇവിടെ മുസ്ലിം സമൂഹം പോലും, മുസ്ലിം സമൂഹത്തിലെ ഒരു ഭൂരിഭാഗം ജനങ്ങളും, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് മുജാഹിദ് വിഭാഗം, അത്യാവശ്യം ഇവർ സുന്നി വിഭാഗത്തിനപ്പുറത്തുള്ള ഒരു വിഭാഗം മുജാഹിദ് വിഭാഗം, അവരും പറഞ്ഞു ഈ ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദ നിലപാട് സ്വീകരിക്കുന്നവരാണ്, മതരാഷ്ട്രവാദത്തിൽ നിന്ന് പുറകോട്ട് പോയിട്ടില്ല എന്നുള്ളത്. ഇന്നലെ ഉൾപ്പെടെ വലിയ രീതിയിൽ ഇവർ ആവർത്തിച്ച് പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമി എന്താണ് എല്ലാം അവസാനിപ്പിച്ച് നല്ല കുട്ടികളായി വന്നവരാണ് എന്ന് പറഞ്ഞു ഇന്നലത്തെ ചർച്ചയിൽ. പക്ഷേ ഇന്ന് രോഹിത് അത് ഓൺ ചെയ്യുന്നില്ല. ഇനി വേറെ ഗ്രൂപ്പാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. വി.ഡി. സതീശൻ പറഞ്ഞതിൽ നിന്ന് അവരിങ്ങനെ ഉരുണ്ടുരുണ്ട് മാറുക എന്താ എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. വി.ഡി. സതീശൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിന് ഒരു ഉത്തരവാദിത്വം വേണ്ടേ? ആ ഉത്തരവാദിത്വം ഇവർ കാണിക്കുന്നില്ല. ഇപ്പോൾ രോഹിത് ഒന്നിനും മറുപടി പറയുന്നില്ലല്ലോ. ഇതാ ഇവരുടെ സ്വഭാവം. തരാതരം വസീഫ് എന്തും പറയുന്ന തരത്തിലേക്ക് ഒരു നിലവാരവും ഇല്ലാത്തവരായി കേരളത്തിലെ കോൺഗ്രസ് മാറുക. എന്ത് നുണയും പറയും, എന്തും പറയും. അവിടെ രക്ഷപ്പെടാൻ, അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് മുന്നോട്ട് പോകാൻ എന്തും പറയും, എന്തും വിളിച്ചു പറയും. ഇതാണ് കേരളത്തിലെ കോൺഗ്രസ്. ഗതികേടാണ് ഇവരുടെ. സജീവൻ, ഈ ചർച്ച ശശി തരൂരിൻ്റെ ഒരു വാർത്തയിലാണ് ഈ ഘട്ടത്തിൽ നിന്നിരുന്നത്. ശശി തരൂരിനെ നിലമ്പൂരിലേക്ക് ക്ഷണിച്ചില്ല എന്ന അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ ദില്ലിയിൽ മാധ്യമപ്രവർത്തകരോട് പറയുന്നു. അദ്ദേഹം ഇങ്ങോട്ട് വരുന്നില്ല എന്ന സൂചനയും നൽകുന്നു. അതൊരു വാർത്തയായിരിക്കുന്നു. അത് നൽകുന്ന ഒരു സന്ദേശം എന്താണ്? ശശി തരൂർ കോൺഗ്രസ്സിലെ വ്യത്യസ്തനായ ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ മതേതര ക്രെഡൻഷ്യലൊക്കെ നമുക്ക് നേരത്തെ അറിയാം. 2020 അദ്ദേഹം പറഞ്ഞ ഒരു പരാമർശമുണ്ട്. പെപ്സി ലൈറ്റ് പോലെ BJP ലൈറ്റ്, മൃദുവായ പെപ്സി പോലെ മൃദുവായ BJP ഉണ്ടാക്കിയാൽ കോക്ക് സീറോ ആയിരിക്കും ഫലം. കോക്ക് സീറോയും ഒരു പാനീയമാണ്. കോക്ക് സീറോ എന്ന അദ്ദേഹം ഉദ്ദേശിച്ചത് കോൺഗ്രസ് സീറോ ആയിരിക്കും ഫലം, മൃദുവായ കോൺഗ്രസ് ഉണ്ടാക്കിയാൽ. അങ്ങനെ മതേതര നിലപാടെടുത്ത് BJPക്കെതിരെ കൂടി അത് പ്രഘോഷിച്ചിരുന്ന ഒരു മനുഷ്യനാണ് ഇപ്പോൾ സംശയാസ്പദമായ പ്രസ്താവന നടത്തി സംഘടനയുടെ കയ്യിൽ നിന്ന് തന്നെ, പാർട്ടിയുടെ കയ്യിൽ നിന്ന് തന്നെ വിമർശനങ്ങളും താക്കീതുകളും ഒക്കെ ഏറ്റുവാങ്ങി സ്വന്തം സംസ്ഥാനത്ത് പരിഗണിക്കപ്പെടാത്ത ഒരു നേതാവായി മാറിക്കൊണ്ടിരിക്കുന്നത്. ശശി തരൂർ എവിടെ നിന്നു, ഇപ്പോൾ എവിടെ നിൽക്കുന്നു? ആ ഒരു പ്രതീകത്തിൻ്റെ മൂല്യശോഷണത്തെ താങ്കളിലെ മാധ്യമപ്രവർത്തകൻ എങ്ങനെ വായിക്കുന്നു? സജീവൻ. ശശി തരൂര് ഒരു കാലത്ത് താങ്കൾ പറഞ്ഞ പോലെ അതിരൂക്ഷമായിട്ട് നരേന്ദ്രമോദിയെ BJPയെ വിമർശിച്ചുകൊണ്ടിരുന്ന ആളാണ്. പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം വളരെ കൗതുകത്തോടുകൂടി നമ്മളൊക്കെ കേട്ടതാണ്. അത്രയും ശക്തമായ രൂപത്തിൽ കാര്യകാരണ സഹിതം BJPക്കെതിരെ രംഗത്തുണ്ടായിരുന്ന ആള് ഇപ്പോൾ അദ്ദേഹത്തിന്റെ കുറച്ചു കാലമായിട്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിലൊക്കെ ആ രീതി തന്നെ മാറിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒന്നുകിൽ കോൺഗ്രസ് ചെയ്യേണ്ടത് ശശി തരൂരിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ അദ്ദേഹം ഇതേപോലെ മോദി സ്തുതി നടത്തുന്ന ആളല്ല എന്ന് തെളിയിക്കാനാണ് അവർ ശ്രമിക്കേണ്ടത്. ഇവിടെ എപ്പോഴൊരു കാര്യം നമുക്കറിയാം, കേരളത്തിലെ കോൺഗ്രസ് MP-മാരിൽ നിലമ്പൂരിൽ അത്യന്താപേക്ഷിതമായിട്ട് എത്തേണ്ട ഒരാൾ ശശി തരൂരാണ്. കാരണം മറ്റുള്ള ആളുകളൊന്നും വിവാദ പ്രസ്താവനകൾ നടത്തിയുള്ള ആളല്ല. ശശി തരൂർ വന്നിട്ട് BJP വിരുദ്ധമായിട്ട് BJP സ്ഥാനാർത്ഥിക്കെതിരെ, ഇനി LDF സ്ഥാനാർത്ഥിക്കെതിരെ ശക്തമായി പറയുന്നു വെക്കാം. അങ്ങനെ പറയുമ്പോഴാണ് ഇതാ ഇദ്ദേഹം ഞങ്ങളോടൊപ്പമാണ്, ഞങ്ങൾ ഇന്ന് വിട്ടുപോയിട്ടില്ല എന്ന് കോൺഗ്രസിന് തെളിയിക്കാൻ പറ്റുക. ഇപ്പോ മോദിക്ക് വേണ്ടി അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടിയിട്ട് അമേരിക്കയിലും മറ്റും പോയിട്ട് സംസാരിച്ച് വന്ന ശശി തരൂരിനോട് കോൺഗ്രസ്സുകാർ കാണിക്കുന്ന ഒരു മനോഭാവം ഉണ്ടല്ലോ, അതിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റിയിട്ടിപ്പോ അദ്ദേഹത്തോട് ഞങ്ങൾ ഏറ്റുമുട്ടുന്നില്ല, അത് ഞങ്ങളുടെ ആളാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി ചെയ്യേണ്ടത്, താങ്കൾ പ്രതിനിധീകരിക്കുന്ന സംസ്ഥാനത്ത് കേരളത്തിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് വെറും ഒരു ഉപതെരഞ്ഞെടുപ്പല്ല. UDF-കാരനെ പറയുന്ന പോലെ, കോൺഗ്രസ്സുകാർ പറയുന്ന പോലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കർട്ടൻ റൈസറാണ് എന്ന് പറയുമ്പോൾ ഇവിടെ വിജയിക്കേണ്ട അത്യാവശ്യമാണ് എന്നെങ്കിൽ ശശി തരൂരിനെ കൂടി ഇവിടെ കൊണ്ടുവന്നിട്ട് BJP വിരുദ്ധമായിട്ട് മോദി വിരുദ്ധമായിട്ടൊക്കെ പറയിപ്പിക്കണം. അതിനെന്തുകൊണ്ട് ശ്രമിച്ചില്ല? അദ്ദേഹം അമേരിക്കയിലേക്ക് പോകുന്നു. ആ ചോദ്യത്തിൽ നിന്നാണ് നേരത്തെ പറഞ്ഞ വാർത്തയും ഉണ്ടാവുന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് ഞങ്ങൾ കരുതുന്ന 2 വാർത്തകൾ മുൻനിർത്തിയാണ് ഈ ചർച്ച സംഘടിപ്പിച്ചത്. 10 മിനിറ്റ് എന്ന് പറയുമ്പോൾ 3 മിനിറ്റ് വീതം 3 പേർക്കും അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കാനുള്ള അവസരമുണ്ട്. രോഹിത്, ഈ ചർച്ച അവസാനിപ്പിക്കാൻ വേണ്ടി ആദ്യം താങ്കൾക്ക് പറയാനുള്ളത് എന്താണ്?
ഒരു 3 മിനിറ്റിൽ ഒതുക്കി അത് പറയും. അല്ല, ഇവിടെ എനിക്ക് കൈരളി ചാനലിലുള്ള വിയോജിപ്പ് എന്ന് പറയുന്നത്, ശശി തരൂര് കേരളത്തിലെ കോൺഗ്രസിൻ്റെ മാത്രം നേതാവല്ല, അതായത് ദേശീയ തലത്തിലും ആഗോള തലത്തിലും പ്രവർത്തിക്കുന്ന നേതാവാണ്. ഷെഡ്യൂൾ അനുസരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നിരവധിയായ പരിപാടികളുണ്ടാവും. അദ്ദേഹം ഒരുപക്ഷെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് വരുന്നുണ്ടാകും, ചിലപ്പോൾ വരാതിരിക്കുന്നുണ്ടാകും. പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരു വാർത്ത കൊടുക്കുമ്പോൾ, കോൺഗ്രസ് വിലക്കി എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത കൊടുക്കുമ്പോൾ, ആ വാർത്ത തെറ്റാണെന്ന് മാത്രമാണ് നമ്മൾ തമ്മിൽ തർക്കമുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ശശി തരൂർ വന്നിട്ടില്ല എന്ന് പറയാം, പക്ഷെ കോൺഗ്രസ് വിലക്കി എന്നതാണ് നിങ്ങളുടെ വാർത്ത, അത് തെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇടതുപക്ഷം എല്ലാ കാലഘട്ടങ്ങളിലും തെരഞ്ഞെടുപ്പുകൾ ഞാൻ പറഞ്ഞോട്ടെ തെരഞ്ഞെടുപ്പുകൾ പരാജയപ്പെടാൻ പോകുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ഇവർ ഈ ജനകീയമായിട്ട് ഒരു വിഷയം ചർച്ചപ്പെടാൻ പാടില്ല, ആളുകളെ ഇക്ലിപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എടുത്തിടും. വടകര തെരഞ്ഞെടുപ്പിൽ ഇവർ നടത്തിയത് കാഫിർ എന്ന് പറയുന്ന ഒരു പ്രയോഗം നടത്തി, അതിൻ്റെ ഒരു വ്യാജ സ്ക്രീൻഷോട്ടാണ് ഇവർ അടിച്ചിറക്കിയത്. തൃക്കാക്കരയിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ UDFകാർ LDF സ്ഥാനാർത്ഥിയുടെ വ്യാജ അശ്ലീല വീഡിയോ ഉണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഇവരതിനെ ആ തരത്തിൽ പ്രചരണം നടത്തി. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഒരു നീലപ്പെട്ടിയും കൊണ്ട് നടന്ന് കുറേ ആളുകൾ നടന്നു. അങ്ങനെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് നീറുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടാൻ പാടില്ല എന്ന തരത്തിലേക്ക് ഒരു നറേഷൻ ഉണ്ടാക്കി, ആ തരത്തിലാണ് ഇവിടെ പ്രചരണം മുന്നോട്ട് പോകുന്നത്. ഇപ്പം എനിക്ക് മറുപടി ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഈ വസീഫ് മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോ അംഗത്തിൻ്റെ കൂടെ ഹിന്ദു മഹാസഭയുടെ നേതാവ് വന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾക്കൊരു മറുപടിയില്ല. PDP നിങ്ങൾക്ക് മൊത്തക്കച്ചവടം ചെയ്യുന്നത് പോലെ പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് യാതൊരു അഭിപ്രായമില്ല. ADGP RSS നേതാവും തമ്മിൽ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യാതൊരു പ്രയാസവും, അതിന് മറുപടിയില്ല. കേരളത്തിൽ പെൻഷൻ കൊടുക്കുന്നില്ല, അംഗനവാടി ജീവനക്കാർക്കും അവരുടെ ഹെൽപ്പർമാർക്കും ശമ്പളം കിട്ടുന്നില്ല, ആശാ വർക്കർമാർ മിനിമം വേതനത്തിന് വേണ്ടി സമരം ചെയ്യുകയാണ്, KSRTC ജീവനക്കാർ സമരം ചെയ്യുകയാണ്, തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുണ്ട്, വിലക്കയറ്റമുണ്ട്, ഇവിടെ കെട്ടിട നികുതി വർധനവുണ്ട്, ഇവിടെ വീട്ടുനികുതി വർദ്ധിപ്പിച്ചു, വെള്ളക്കരം വർദ്ധിപ്പിച്ചു, വൈദ്യുതി കരം വർദ്ധിപ്പിച്ചു. ഇതിനെക്കുറിച്ച് ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിഷയങ്ങളും നിങ്ങൾക്ക് ചർച്ച ചെയ്യപ്പെടാൻ ആഗ്രഹിക്കാതെ ഈ മതവും ജാതീയതയും ഒക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ശ്രമിച്ചാൽ എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാറുള്ളൂ, നിങ്ങൾ മൂന്നാം ഗവൺമെന്റിനെ സ്വപ്നം കാണുന്ന ബാലഭാസ്കർമാരായി, സ്വപ്ന ലോകത്തെ ബാലഭാസ്കർമാരായി നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനകത്ത് മാറുമെന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കൈരളി വാർത്തയെക്കുറിച്ച് പറഞ്ഞ വിമർശനം അത് ഈ ചർച്ചയിൽ വരവ് വെച്ചിരിക്കുന്നു. ജനങ്ങളെല്ലാവരും അത് കേൾക്കുന്നുണ്ടാവും, അവരതിലേക്ക് പോകട്ടെ. മാത്രവുമല്ല, ശശി തരൂർ ഈ വിഷയത്തിൽ ഇപ്പോഴും പ്രതികരിച്ചിട്ടില്ല എന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർ അറിയിക്കുന്നുണ്ട്. അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ 11 കഴിയുന്നതോടുകൂടി പോകും എന്ന് ഞാൻ ആവർത്തിക്കുന്നു. സജീവൻ, ഈ ചർച്ച ഉപസംഹരിക്കാൻ വേണ്ടി താങ്കൾ ഒരു 2 മിനിറ്റ്. ഇല്ല, വളരെ ഇവിടെ NPC പറഞ്ഞ പോലെ ശശി തരൂരിന് ഇപ്പോഴും പറയാവുന്നത് ഷാരിയാളും ഷൗക്കത്തിനെ വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണം, അതിനുവേണ്ടി എല്ലാ കോൺഗ്രസ്സുകാരും രംഗത്തിറങ്ങണമെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ വിവാദങ്ങളൊക്കെ തീരും. ശശി തരൂർ അത്തരം കാര്യങ്ങൾ പറയുന്നില്ല. അദ്ദേഹം നിലമ്പൂർ എന്നുള്ള പ്രദേശത്തെക്കുറിച്ചോ അങ്ങനെ മണ്ഡലത്തെക്കുറിച്ചോ കേട്ടിട്ട് പോലും ഇല്ലാത്ത രൂപത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതാണ് നമുക്ക് സംശയം ഉണ്ടാക്കുന്നത്. കോൺഗ്രസ് വിലക്കിയോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ശശി തരൂർ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗത്തിന് കേരളത്തിൽ നിന്നുള്ള MP-ക്ക് സ്വാഭാവികമായ ഉത്തരവാദിത്വമുണ്ട് നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ. അപ്പൊ അങ്ങനെയുള്ള ഒരാള് വെറുതെ താങ്കൾ പറഞ്ഞ ഒരു സന്ദേശമെങ്കിലും ഇറക്കേണ്ടതാണ്. അത് ഇറക്കാതിരിക്കുമ്പോഴാണ് എന്തോ ഒരു സംശയം ഉണ്ടാവുന്നത്. ഒന്നുമില്ല, അദ്ദേഹത്തെ വിലക്കിയതാണോ അതല്ലെങ്കിൽ അദ്ദേഹം വരാതിരിക്കുന്നതാണോ? 4 പതിറ്റാണ്ടിലേറെ നീണ്ട മാധ്യമ പ്രവർത്തനത്തിന്റെ അനുഭവത്തിൽ നിന്നുകൂടിയാണ് താങ്കൾ ഇത് വിശദീകരിക്കുന്നത്. വസീഫ്, താങ്കൾ ഉപസംഹരിക്കും. 2-3 മിനിറ്റ്. ഇവിടെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധിയൊക്കെ പറയുന്നത് കേട്ടാൽ തോന്നും ഇവിടെ കോൺഗ്രസ് വലിയ എന്തോ ഒരു പുണ്യാളന്മാരുടെ പാർട്ടിയാണ് എന്ന്. ആരാ ഈ തെരഞ്ഞെടുപ്പിൽ വർഗീയത എടുത്തു കൊണ്ടുവന്നത്? ഈ വേണുഗോപാലല്ലേ? അദ്ദേഹമല്ലേ ഈ തെരഞ്ഞെടുപ്പിനെ വർഗീയമായി ഒരു ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി തുടക്കം മുതൽ ശ്രമിച്ചത്? യഥാർത്ഥത്തിൽ മലപ്പുറം ജില്ലയെ ആക്ഷേപിക്കുകയും മലപ്പുറം ജില്ലയെ അപമാനിക്കുകയും ചെയ്തത് തീവ്രവാദികളുടെ കേന്ദ്രമാക്കിയൊക്കെ ഇതിനെ ചിത്രീകരിക്കുന്നതിന് സഹായകരമായത് ആര്യാടൻ മുഹമ്മദിന്റെ സ്റ്റേറ്റ്മെന്റ് അല്ലേ? അത് മറച്ചു വെച്ചുകൊണ്ട് ഇവിടെ വന്ന് തെരഞ്ഞെടുപ്പ് യോഗത്തിൽ ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോ മിണ്ടിയിട്ടില്ല. ക്രോസ് ടോക്കിലേക്ക് പോയാൽ അതിന് സമയം ഉണ്ടാവില്ല. എനിക്ക് വിരോധമില്ല, പക്ഷെ അതിന് സമയം. കെ.സി. വേണുഗോപാൽ എന്ന് പറയുന്ന
രാജ്യത്ത് ആർ എസ് എസിന് വേണ്ടി കോൺഗ്രസ് നേതാക്കന്മാരെ സംഭാവന ചെയ്യുന്ന കോൺഗ്രസിൻ്റെ നേതാവ് എന്നാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് ആളുകൾ പറയുന്നത്. ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് ബി ജെ പിയെ തകർക്കണം, ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ സംഘപരിവാരത്തിൻ്റെ ഈ ധ്രുവീകരണ രാഷ്ട്രീയത്തെ ഇല്ലാതെയാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ. പക്ഷേ കോൺഗ്രസ് എന്തുകൊണ്ടോ രാജ്യത്ത് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യങ്ങളെ ആ അർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തുന്നില്ല. അപ്പോൾ കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ പറയുന്നു കെ.സി. വേണുഗോപാലിൻ്റെ ഇടപെടൽ. അദ്ദേഹം ഇവിടെ വന്ന് നടത്തിയ സ്റ്റേറ്റ്മെൻറ്റ് കേട്ടാൽ തന്നെ നമുക്ക് ഉറപ്പിക്കാം സതീശനാണോ വേണുഗോപാലാണോ ആരാ മികച്ചത് എന്നുള്ള മത്സരമായിരുന്നു എന്നുള്ളത്. അത് നമുക്കറിയാം. ഞങ്ങൾ തയ്യാറാ. ഈ 9 വർഷക്കാലയളവിന് മുൻപുള്ള സ്കൂളുകൾ അടച്ചുപൂട്ടിയ കാലത്ത് സ്കൂളുകൾ ലാഭവും നഷ്ടവുമാണോ എന്ന് നോക്കി അടച്ചുപൂട്ടിയ ഈ കേരളത്തിലെ UDFൻ്റെ ഭരണകാലം, ഓണപ്പരീക്ഷയായിട്ടും പാഠപുസ്തകം കൊടുക്കാതിരുന്ന UDFൻ്റെ ഭരണകാലം, പെൻഷൻ 18 മാസത്തോളം മുടങ്ങി 600 രൂപ പെൻഷൻ പോലും 18 മാസം കൊടുക്കാൻ പറ്റാതിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഭരണകാലം നമുക്ക് ചർച്ച ചെയ്യാം. നാട്ടിലാകെ ഒരു ലോറിയിൽ കല്ലും കയറ്റി ഫോട്ടോഗ്രാഫറെയും കൂട്ടിപ്പോയി എല്ലായിടത്തും അവസാന വർഷം കല്ലിട്ട് പോയ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളെക്കുറിച്ച് ഉമ്മൻചാണ്ടിയുടെ കാലത്തെ ആ റോഡുകളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഉമ്മൻചാണ്ടിയുടെയും ആര്യാടൻ്റെയും കാലത്തെ പവർ കട്ടുകളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അതിനുശേഷം ഇവിടെ ഉണ്ടായിരുന്ന 9 വർഷക്കാലയളവിൽ ഇവിടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മികച്ചതാക്കിയത്, ഇന്റർനാഷണൽ നിലവാരത്തിലേക്ക് ഉയർത്തിയത്, ഇവിടുത്തെ റോഡുകൾ, ഇവിടുത്തെ പാലങ്ങൾ, ഇവിടുത്തെ മലയോര ഹൈവേ, തീരദേശ ഹൈവേ എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. ഈ നാട്ടിലെ ആരോഗ്യ രംഗത്ത് ഈ രാജ്യത്തെ ഗവൺമെൻറ് നൽകിയ അവാർഡുകളെക്കുറിച്ച് ചർച്ച ചെയ്യാം. സുസ്ഥിര വികസന സൂചികയിൽ 1-ാം നമ്പറായ കേരളത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. പട്ടിണിയില്ലാത്ത ഇന്ത്യയിലെ സംസ്ഥാനം ഈ കേരളമാണ് എന്നുള്ളത് ചർച്ച ചെയ്യാം. നിങ്ങൾ ആക്ഷേപിക്കുമെങ്കിലും നിങ്ങൾ അവസാനിപ്പിച്ചു പോയ ദേശീയപാതയുടെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഈ നാട്ടിൽ നടപ്പിലാക്കിയ വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഈ നാട്ടിലെ ഗെയിൽ പദ്ധതി നടപ്പിലാക്കിയ ഇടതുപക്ഷത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഇതെല്ലാം ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറാണ്. ഈ മണ്ഡലത്തിൽ മാത്രം 23 സ്കൂളുകൾക്ക് 43 കോടി രൂപ കൊടുത്ത ഗവൺമെൻറ് ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. അങ്ങനെ സ്കൂളുകൾ മെച്ചപ്പെടുത്തിയതാണ്. ഇവിടുത്തെ ആരോഗ്യ കേന്ദ്രങ്ങളെ മികച്ച കേന്ദ്രങ്ങളാക്കി എല്ലാ സാധാരണക്കാരനും ചികിത്സ ലഭ്യമാക്കുന്ന ആരോഗ്യ കേന്ദ്രങ്ങളാക്കി ഞാനിരിക്കുന്ന പോത്തുകല്ലിലെ ആരോഗ്യ കേന്ദ്രത്തെ പോലും മാറ്റിയ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ഇവിടെയുള്ള സ്കൂളുകളിൽ മികച്ച കായിക രംഗത്ത് മികച്ച ഇടപെടൽ നടത്താൻ പറ്റുന്ന സൗകര്യങ്ങൾ ഉണ്ടാക്കിയ നിലമ്പൂരിലെ ഗവൺമെൻറ് സ്കൂളിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ഈ നിലമ്പൂരിലൂടെ കടന്നു പോകുന്ന മലയോര ഹൈവേയെ കുറിച്ച് ചർച്ച ചെയ്യാം. അത് മുടക്കാൻ ശ്രമിക്കുന്ന ഇവിടുത്തെ UDFൻ്റെ പഞ്ചായത്ത് ഭരണസമിതികളെ കുറിച്ച് ചർച്ച ചെയ്യാം. ഞങ്ങൾ ഇതൊക്കെ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഞങ്ങൾ ഇതെല്ലാം ചർച്ച ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾ ഏത് മുന്നോട്ട് വെച്ചാലും അതിലെല്ലാം സത്യസന്ധമായി അഭിമാനബോധത്തോടു കൂടി ചർച്ച ചെയ്യാനും നിങ്ങളെ ഏത് തരത്തിലും നിങ്ങളെ വെല്ലുവിളിക്കാനും ഞങ്ങൾ തയ്യാറാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ 2-ാം ടേം അധികാരത്തിലേക്ക് വരുന്നത്. ചർച്ചയുടെ സമയം അവസാനിക്കുകയാണ്. ഈ ചർച്ചയുടെ സമയം അവസാനിക്കുകയാണ്. ഇന്ന് 2 അസാധാരണ വാർത്തകൾ, പ്രാധാന്യമുള്ള വാർത്തകൾ ആണ് ഞങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത്. ഒന്ന്, ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രീയ താൽപ്പര്യം, ആ വാദം അവർ ഉപേക്ഷിച്ചു എന്ന ഒരു പരാമർശം VD സതീശൻ നടത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ നാട്ടിൽ തിരിച്ചെത്തിയിട്ടും ശശി തരൂർ നിലമ്പൂരിലേക്ക് വരുന്നില്ല. അത് കേരളത്തിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾ ക്ഷണിക്കാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിനെ ഫലത്തിൽ നിലമ്പൂരിൽ വിലക്കിയിരിക്കുന്നു എന്നൊരു വാർത്തയും മുന്നോട്ട് വന്നിരിക്കുന്നു. ഇതേക്കുറിച്ച് വിവിധ വീക്ഷണകോണുകളിൽ നിന്ന് ആളുകൾ പറഞ്ഞതാണ് നമ്മൾ കേട്ടത്. വസീഫിനും രോഹിതിനും സജീവനും നന്ദി. ഈ ചർച്ച ജനങ്ങൾക്കിടയിൽ തുടരട്ടെ. നമസ്കാരം.